തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴും വർത്തമാനകാല രാഷ്ട്രീയം, പത്മജയുടെ രാഷ്ട്രീയ പ്രവേശനം അടക്കം ഇവിടെ പരാമർശിക്കപ്പെട്ടു. ഇത്തരമൊരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ രണ്ട് മുന്നണികളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയും. പ്രസക്തമല്ലാത്ത മറ്റൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണിയുള്ളത് BJPയുടെ മുന്നണിയാണ്. മത്സരിക്കുക എന്ന കടമ എങ്ങനെ നിർവഹിച്ചു പോവുകയല്ലാതെ പ്രബുദ്ധമായ കേരളം ഒരിക്കലും അവർക്ക് ഒരു സീറ്റ് നൽകാൻ പോകുന്നില്ല. കോൺഗ്രസ് സഹായത്തോടെ നേരത്തെ നേടിയിരുന്ന നിയമം സീറ്റ് നമ്മൾ തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. പാർലമെന്റിലൊക്കെ അവർക്ക് ഇങ്ങനെ പ്രചരണം നടത്താം, അതിനപ്പുറത്തേക്കില്ല. പക്ഷെ കേരളത്തിലെ പ്രതിപക്ഷം നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ ഒരു ഭരണം നടക്കുമ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഉണ്ടാവും. സ്വാഭാവികമായി സർക്കാരിനെ വിമർശിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ കടമയാണ്. ഭരണപക്ഷത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ കടമയാണ്. പക്ഷെ അത്തരമൊരു പ്രതിപക്ഷമല്ല കേരളത്തിലുള്ളത്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ രാത്രി 8 മണിയോടടുക്കുകയാണ്. ഇപ്പൊ രാത്രി 8 മണിയാണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞാൽ അല്ല, രാവിലെ 8 മണിയാണ് എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. നമ്മൾ എന്ത് പറയുന്നു അതിന് വിപരീതം പറയുക എന്നുള്ളതാണ് പ്രതിപക്ഷ കടമ എന്ന ഒരു ധാരണയിലാണ് അവരങ്ങനെ സംസാരിക്കുന്നത്. നാട്ടിലെ ഭരണത്തെ വിമർശിക്കുക എന്നാൽ അതിനൊപ്പം ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന് ഈ നാടിന്റെ വികസനത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടേ? തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എണ്ണത്തിൽ കുറവാണെങ്കിലും അവർക്കും ഇല്ലേ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അങ്ങനെയല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിൽ ചെയ്തിട്ടുള്ളത്? ഞാനിപ്പോ സംസാരിക്കുന്നത് അറബിക്കടലിന്റെ തീരത്ത് നിന്നാണ്. അറബിക്കടൽ ഇളകിയാടി വന്ന ഒരു സമയമുണ്ടായിരുന്നു, സുനാമി. കേരളത്തിന്റെ തീരങ്ങളിൽ ആഞ്ഞടിച്ച സുനാമി. അന്ന് കേരളം ഭരിക്കുന്നത് UDF ആണ്. CPM അടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്താണ്. CPM ഒരു സമര പാന്താവിലായിരുന്നു. സമരം പ്രഖ്യാപിച്ച് ആ സമരത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങുമ്പോഴാണ് സുനാമി വന്നത്. എന്താ ഇടതുപക്ഷം ചെയ്തത്? അന്ന് പാർട്ടിയുടെ സെക്രട്ടറി സഖാവ് പിണറായി എല്ലാ സമര പരിപാടികളും നിർത്തിവെച്ചതായി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് സഖാവ് VS ഒരുമിച്ചു നിൽക്കാൻ പറഞ്ഞു. നാടൊരു പ്രതിസന്ധിയിലാണ്, വലിയ പ്രയാസമുണ്ട്, നമുക്ക് പരിചിതമല്ലാത്ത സുനാമി വന്നില്ല, എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു സഖാവ് CH അശോകൻ. സഖാവ് CH അശോകനെ പറയുമ്പോൾ ഈ മലപ്പുറം ജില്ലയോട് തീർത്താൽ തീരാത്ത നന്ദി എല്ലാ പ്രസംഗ ഇടങ്ങളിലും ഞാൻ പറയാറുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിന്റെ പേരിൽ കള്ളക്കേസുണ്ടാക്കി നാട് കടത്തപ്പെട്ട സഖാവാണ് CH അശോകൻ. കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന CH അശോകനെ നാട് കടത്തി. മാരകമായ രോഗം അദ്ദേഹത്തിന് ബാധിച്ചിരുന്നു. കാല് പിടിച്ച് കെഞ്ചി പറഞ്ഞു സർക്കാരിനോട് അദ്ദേഹത്തെ വീട്ടിൽ വരാനുള്ള അനുവാദം കൊടുക്കണം. സമ്മതിച്ചില്ല. അന്ന് സംരക്ഷിച്ചത് ഈ മലപ്പുറം ജില്ലയാണ്. മലപ്പുറത്ത് നിന്നും മരിച്ച മനുഷ്യന്റെ മൃതശരീരം കോഴിക്കോടിന് ഏറ്റുവാങ്ങേണ്ടി വന്ന വല്ലാത്ത ആ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ വിങ്ങി നിൽക്കുന്നുണ്ട്. ആ CH അശോകൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സംഘടനയുടെ തലവനായി നിൽക്കുമ്പോൾ സുനാമി വന്നപ്പോൾ എൻ്റെ ഓർമ്മ തെറ്റിയിട്ടില്ലെങ്കിൽ സർക്കാർ ജീവനക്കാരിൽ നിന്ന് മാത്രം പിരിച്ചെടുത്ത 15 ലക്ഷത്തോളം രൂപയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കൈകളിൽ ഏൽപ്പിച്ചത്. അതാണ് പ്രതിപക്ഷം. നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്ത് ഈ കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി ഡൽഹി പോയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഖാവ് BS അച്യുതാനന്ദനാണ്. അതാണ് ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്കാരം. അങ്ങനെയാണ് ഒരു പ്രതിപക്ഷം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കേണ്ടത്. പക്ഷെ ഇന്ന് എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയാലോ. സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് വിശദീകരിച്ചു പോകാം. അപ്പൊ എല്ലാ അർത്ഥത്തിലും കണ്ണടച്ച് അന്ധമായി ഇടതുപക്ഷത്തെ എതിർക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് നമുക്ക് നേരിടാൻ. ഒരു പ്രതിപക്ഷം മാത്രമല്ല, ഒരു ഭരണപക്ഷത്തെ കൂടി നമുക്ക് നേരിടാനാണ്. ആ ഭരണപക്ഷം ഇന്ത്യ ഭരിക്കുന്ന BJP ഗവൺമെന്റാണ്. BJP മുന്നണിയാണ്. RSSന്റെ രാഷ്ട്രീയ മുഖമാണ് BJP. ആ BJP
അവരുടെ എല്ലാ അന്വേഷണ ഏജൻസികളെയും വെച്ച് നമ്മെ എങ്ങനെയൊക്കെ ശല്യപ്പെടുത്താൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ അവർ ശല്യപ്പെടുത്തി. അതിനൊക്കെ നമ്മൾ അതിജീവിച്ച് ജയിച്ചു വന്ന പുതിയ പിണറായി സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കി ജനങ്ങളെ കൊണ്ട് സർക്കാരിനെതിരെ പറയിപ്പിക്കണം. പെൻഷൻ കൊടുക്കാത്ത ഗവൺമെന്റ്, സാധനങ്ങളുടെ വില കൂട്ടുന്ന ഗവൺമെന്റ്, സാമ്പത്തികമായി ഞെരുക്കമുണ്ടാക്കുന്ന ഗവൺമെന്റ്. നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ പറഞ്ഞു തുടങ്ങും സാമ്പത്തിക പ്രയാസം ഉണ്ടാവുമ്പോ. അങ്ങനെ പറയിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിന് അർഹതപ്പെട്ട പണം, വിശദീകരണത്തിലേക്ക് നമുക്ക് പിന്നെ കിടക്കാം, ആ പണം പോലും തരാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭരണപക്ഷം ഇന്ത്യയിലെ ഭരണാധികാരികളായ BJP. ആ ഭരണപക്ഷം നമ്മളെ എതിർക്കുന്നു, കേരളത്തിലെ പ്രതിപക്ഷം നമ്മളെ എതിർക്കുന്നു. എന്നാ നിങ്ങൾ കരുതുന്നുണ്ടോ ഇവര് മാത്രമാണ് നമ്മളെ എതിർക്കുന്നതെന്ന്? അല്ല. ഇപ്പോ സഖാക്ക് അടക്കം ഇപ്പോ ഏരിയ സെക്രട്ടറിക്കും അതുപോലെ തന്നെ മറ്റ് സഖാക്കൾക്കും ഒക്കെ എന്നോട് പറഞ്ഞത്, നിങ്ങൾ പ്രസംഗിച്ചു തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോവും. അവർ പോകുന്ന വീട്ടിലേക്കല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൺവെൻഷനുകളുണ്ട്, കൂടിയാലോചനകളുണ്ട്, മറ്റ് യോഗങ്ങളുണ്ട്, സ്ഥാനാർത്ഥിയോടൊപ്പം പോകേണ്ടതുണ്ട്, നിരന്തരമായ പ്രവർത്തനത്തിൽ. നമ്മളൊക്കെ ഇപ്പൊ ആ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ പോകണം. എല്ലാവരും ഇറങ്ങാത്തവരുണ്ടെങ്കിൽ ഉടനെ ഇറങ്ങണം. നിലനിൽപ്പിന്റെ പോരാട്ടം ഇത്. അതുകൊണ്ട് എല്ലാവരും ഇറങ്ങണം. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള നിരന്തരമായ പ്രവർത്തനം. നമ്മളിപ്പോ പോസ്റ്റർ ഒട്ടിക്കുന്നു, കൺവെൻഷനുകൾ ചേരുന്നു. ഇത്തിരി കൂടി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മറ്റൊരു പണിയുണ്ട്, അതിന്റെ പേരാണ് സ്ക്വാഡ് പ്രവർത്തനം. സ്ക്വാഡ് തിരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഇപ്പൊ തന്നെ. അങ്ങനെ നമ്മൾ വീടുകളിൽ കയറി സ്ക്വാഡ് പ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ എന്താ പറയാ, ഇന്നലകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ, എണ്ണിയാൽ തീരാത്ത നേട്ടങ്ങൾ നമുക്ക് ഈ നാടിനോട് പറയാനുണ്ട്. നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അത് ഇഷ്ടപ്പെടും. 900 വാഗ്ദാനം ജനങ്ങൾക്ക് മുമ്പിൽ നൽകി പ്രോഗ്രസ് കാർഡ് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച കേരളത്തിലെ ഏക ഭരണകൂടമാണ് സഖാവ് പിണറായിയുടെ ഭരണകൂടം. 900 ആണ്, നമുക്ക് 855 മറ്റോ അത്രയും നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. മറ്റത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ജനങ്ങളോട് നേരിട്ട് പറഞ്ഞ ഒരു ഗവൺമെന്റ്. അങ്ങനെ നേട്ടങ്ങൾ, നമ്മളെ ഭരണകാലത്തുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, വരാൻ പോകുന്ന നമ്മുടെ വാഗ്ദാനങ്ങൾ, ഇതെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ വീടുകളിൽ കയറി സ്ക്വാഡ് പ്രവർത്തനം നടത്തുന്നത്. അങ്ങനെ സ്ക്വാഡ് പ്രവർത്തനമൊക്കെ നടത്തി അവലോകന യോഗത്തിന് മേൽക്കമ്മിറ്റിയുടെ സഖാക്കൾ വരും. അങ്ങനെ സഖാക്കൾ വരുമ്പോൾ അങ്ങനെ ചോദിക്കും, എങ്ങനെയുണ്ട് നമ്മുടെ സ്ക്വാഡ് പ്രവർത്തനമൊക്കെ? അപ്പൊ സഖാക്കൾ വളരെ ആവേശപൂർവ്വം പറയും, ഞങ്ങൾ 5 പ്രാവശ്യം പോയി വീട് കയറി ഇറങ്ങി, 6 പ്രാവശ്യം, 8 പ്രാവശ്യം, 10 പ്രാവശ്യം, ചിലർ പറയും 12 പ്രാവശ്യം. അങ്ങനെ 12ഉം 15ഉം ഒക്കെ പറഞ്ഞ് അവനവന്റെ പ്രവർത്തന മികവൊക്കെ അവിടെ ബോധിപ്പിച്ച് എല്ലാം കഴിയുമ്പോൾ മേൽക്കമ്മിറ്റിയിലെ സഖാവ് എണീറ്റിട്ട് മെല്ലെ നിന്നിട്ട് ആദ്യം പറയുന്ന വാക്കെന്താ അറിയോ? പോരാ. അതോടുകൂടി, ഈ ആവേശത്തോടുകൂടി പറഞ്ഞ സഖാക്കൾക്കൊക്കെ നിരാശയായി. അപ്പൊ ഇത്തിരി ദേഷ്യമൊക്കെ ഉണ്ടാവും. ആ ദേഷ്യമൊക്കെ മനസ്സിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് സഖാക്കളോട് പറയും, മേൽക്കമ്മിറ്റി സഖാക്കളോട് പറയും, സഖാവേ നമ്മൾ ഇത്ര പ്രാവശ്യം പോയല്ലോ, എന്നാൽ എതിരാളികൾ പോയിട്ടേ ഇല്ല. അവർ 4ഓ 5ഓ പ്രാവശ്യം ഒന്ന് കയറി ഇറങ്ങി എന്നതൊഴിച്ചാൽ ചില സ്ഥലങ്ങളിലൊക്കെ അപൂർവമായി അത്രേ അവർ കയറിയിട്ടുള്ളൂ എന്ന് പറയും. പക്ഷെ സഖാക്കളെ നിങ്ങൾ അറിയണം, നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് സ്ക്വാഡ് പ്രവർത്തനം നടത്തേണ്ടതില്ല. അവർക്ക് വേണ്ടി സ്ക്വാഡ് പ്രവർത്തനം നടത്തുന്ന മറ്റൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്താണ് വീടുകളിൽ സ്ക്വാഡ് പ്രവർത്തനത്തിന് പോകുന്നത്, തെരഞ്ഞെടുപ്പിന്റെ. അല്ലാതെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ വീട് കയറും. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി രാഷ്ട്രീയം പറയാൻ നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്താ പോവുക. എന്നാൽ അവർക്ക് വേണ്ടി എല്ലാ ദിവസവും വീട് കയറി ഇറങ്ങുന്ന ഒരു സ്ക്വാഡ് ഉണ്ട്. എല്ലാ ദിവസവും വീട് കയറി ഇറങ്ങും. ആ സ്ക്വാഡിന്റെ പ്രത്യേകത, അവര് രാവിലെ വീട്ടിൽ കയറിയാൽ തിരിച്ചിറങ്ങൂല. നമ്മൾ ഏറിപ്പോയ 1/2 മണിക്കൂറൊക്കെ അല്ല പറയുള്ളൂ, പരമാവധി അത്രയും പറയുന്ന. ഈ സ്ക്വാഡ് വീട്ടിലേക്ക് കയറിയാൽ തിരിച്ചിറങ്ങുന്ന പ്രശ്നമില്ല, അവിടെ തന്നെ ഉണ്ടാവും. ഇവർക്ക് കൊല്ലത്തിലെ അവധി എന്ന് പറയാൻ 4ഓ 5ഓ അവധി ഉണ്ടാവും. ആഗസ്റ്റ് 15, ജനുവരി 26, തിരുവോണം, പൂജ ഹോളിഡേയ്സ്, ഇത്രയും ഉണ്ടാവുള്ളൂ. ഞാൻ ഇത്രയും നൽകിയ സൂചനയിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ആ സ്ക്വാഡ് ഏതാണ് എന്നുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ആ സ്ക്വാഡിന്റെ പേര് മലയാള മനോരമ, മാതൃഭൂമി, ചന്ദ്രിക, കേരള കൗമുദി തുടങ്ങിയ പത്രങ്ങൾ. നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക്, മലയാള മനോരമ കയറിയ വീട്ടിൽ പിന്നെ UDF കാരൻ കയറേണ്ടതുണ്ടോ? മനോരമ പറഞ്ഞതുപോലെ കളവ് ഈ പോകുന്ന UDF കാർക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. മാതൃഭൂമി കയറിയ ഒരു വീട്ടിൽ പിന്നെ BJP കാരന് പോകേണ്ട ആവശ്യമുണ്ടോ? BJP കാരന് അങ്ങനെ പറയാൻ കഴിയുമോ?
ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ സമർത്ഥിക്കാൻ കഴിയും? നിരന്തരമായി നമ്മളെ വേട്ടയാടുന്ന പത്രങ്ങൾ. എന്നാൽ ഈ പത്രങ്ങൾക്ക് 4-5 ദിവസത്തെ അവധിയെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് സമാധാനിക്കാം. പക്ഷെ മറ്റൊരു കൂട്ടരുണ്ട്, അവർക്ക് അവധിയേ ഇല്ല. ആ സ്ക്വാഡിന്റെ പ്രത്യേകത, ഏത് പാതിരാത്രിയിലും അവര് പറയാൻ തയ്യാറായി വീട്ടിനകത്തുണ്ടാവും. കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. അവരെപ്പോഴും പറയാൻ തയ്യാറാണ്. കേൾക്കാൻ നമ്മൾ തയ്യാറാണോ? അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് അവധിയേ ഇല്ല. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ആ സ്ക്വാഡിന്റെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാവുന്ന പേരുകളാണ്: ന്യൂസ് 18, ഏഷ്യാനെറ്റ്, 24, റിപ്പോർട്ടർ ചാനല്, മനോരമ, മാതൃഭൂമി, ജനം TV, മീഡിയ 1. ഒരുപക്ഷെ നമ്മുടെ 2 കൈകളുടെ വിരലുകളിൽ എണ്ണി തീർക്കാൻ കഴിയാത്ത ചാനലുകൾ നിരന്തരമായി നമ്മളെ കടന്നാക്രമിച്ചു കൊണ്ടേയിരിക്കുക ഇല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്ക്, ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഈ അടുത്ത കാലത്ത്, ഒരു മാസം മുമ്പ് പത്രത്തിൽ വന്ന ഒരു വാർത്ത, മനോരമയിലും മാതൃഭൂമിയിലും വന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിഞ്ഞൂടാ. എന്താ വാർത്ത? ഈ പഴയ ഇരുമ്പ് സ്ക്രാപ്പ് വിട്ടിട്ട് അതിന്റെ പേരിൽ അഴിമതി നടത്തി 3.5 കോടിയുടെ തട്ടിപ്പ് നടത്തി. ആരാ നടത്തിയത്? ദമ്പതികൾ. മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ നിങ്ങൾ വായിച്ചിരിക്കും. തട്ടിപ്പ് നടത്തിയ ദമ്പതികൾ 3.5 കോടി. ആ ദമ്പതികൾ ആരാന്നറിയാം നിങ്ങൾക്ക്? അതറിയണമെങ്കിൽ ദേശാഭിമാനി പത്രം വായിക്കണം. ആരാണവര്? RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവത്, ഏറ്റവും മുതിർന്ന നേതാവ് RSS. അത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആ പേര് പറയുക. ആ പേരുകളൊന്നും നമുക്ക് കാണാപ്പാടല്ല. നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയെ പറഞ്ഞാൽ, പ്രസിഡന്റ് ആണ് ഈ മോഹൻ ഭഗവത് RSSന്റെ എങ്കിൽ അതിന്റെ ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടാവും, ഒരു സെക്രട്ടറി ഉണ്ടാവും, അല്ലെങ്കിൽ 3-ാം സ്ഥാനത്തിരിക്കുന്ന ഒരാൾ. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് RSSകാർക്ക് സായുധ പരിശീലനം കൊടുക്കുന്ന, അവർക്ക് എല്ലാ അർത്ഥത്തിലും നേതൃത്വം കൊടുക്കുന്ന, അവരെ ഒരു കേഡറായി വളണ്ടിയറായി കൊണ്ടുപോകുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആ സംഘടനയുടെ 3-ാമത്തെ തലവന്റെ പേര് CK കണ്ണൻ. ആ CK കണ്ണനും ഭാര്യയും 3.5 കോടിയുടെ തട്ടിപ്പ് നടത്തിയപ്പോ നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ പറഞ്ഞത് എന്താണ്? ദമ്പതികൾ തട്ടിപ്പ് നടത്തി. ഓർക്കുന്നോ നിങ്ങൾ? SFIയെ കുറിച്ചൊക്കെ ഇപ്പൊ വലിയ സംഗതികൾ നടക്കണ്ടല്ലോ. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പിന്നെ വരാം. ഒരു പെൺകുട്ടിയെ വായിച്ചത് ഓർക്കണ്ടോ നിങ്ങൾ? 4-5 മാസം മുമ്പ് അവള് ഡിഗ്രി പാസ്സായി, PG പാസ്സായി. പഠിക്കുന്ന സമയത്ത് അവൾ SFIയിൽ അംഗമായിരുന്നു. ഈ ഡിഗ്രിയും PG ഒക്കെ പാസ്സായി പല വാതിലുകളിൽ മുട്ടി. അവള് തൊഴിൽ കിട്ടുന്നതിന് വേണ്ടി കിട്ടിയില്ല. എല്ലാ വാതിലുകളും അവളുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടു. എന്താ അവൾക്ക് തൊഴിൽ കിട്ടാത്തത്? അവൾക്ക് ട്രെയിനിങ് ഇല്ല, അവൾക്ക് പരിശീലനമില്ല, പരിചയമില്ല, പരിചയക്കുറവുണ്ട്. അതുകൊണ്ട് അവൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവളൊരു തൊഴിൽ പോവാണ്. അവിടെയുള്ള ആള് പറയാണ്, നിങ്ങൾക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഇല്ല, പരിചയമില്ല. പാവപ്പെട്ട ഒരു പെൺകുട്ടിയാ, കുടുംബത്തെ പോറ്റാനാണ് തൊഴിൽ തേടി നടക്കുന്നത്. അവസാനം അരുതാത്തൊരു കാര്യം അവൾ ചെയ്തു. ചെയ്യാൻ പാടില്ലാത്ത അവൾ ചെയ്ത കുറ്റം എന്താണെന്നറിയോ? ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി കിട്ടുന്നതിന് വേണ്ടി 3 മാസത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കി. ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്. കുടുംബത്തിന്റെ പട്ടിണി ഓർത്തിട്ട് അറിയാതെ ചെയ്തു പോയ തെറ്റാണ്. നിങ്ങൾ കണ്ടില്ലേ പത്രങ്ങളിൽ, ചാനലുകളിൽ? എത്ര ദിവസം ആ കുട്ടിയെ വിചാരണ ചെയ്തു? എത്ര ദിവസം ആ കുട്ടിയെ കോട്ടിട്ട തമ്പുരാക്കന്മാര് ഈ നാട്ടില് വിചാരണ ചെയ്തു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മറക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ ഓമനക്കുട്ടനെ? നമുക്ക് ഓമനക്കുട്ടനെ മറക്കാൻ പറ്റുമോ? ഒരു പ്രളയകാലം, മലയിടിഞ്ഞു കുന്നിടിഞ്ഞു ഉരുള് പൊട്ടിയ ഒരു പ്രളയകാലം. ഒരു കുന്നിന്റെ മുകളിൽ താമസിക്കുക ഗ്രാമത്തിലുള്ളവർ. ജാതിയില്ല, മതമില്ല. ദുരന്തം വരുമ്പോ അങ്ങനെയാണല്ലോ, ജാതിയും മതവും വേർതിരിവും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കുന്നിമുകളിലെ സ്കൂളിൽ താമസിക്കുന്ന അവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കാൻ വേണ്ടി നാട്ടിൻ പുറത്ത് പോയി ഓട്ടോറിക്ഷയിൽ സാധനം വാങ്ങി വന്ന ഓമനക്കുട്ടൻ സാധനമൊക്കെ ഇറക്കി പൈസ കൊടുക്കാൻ വേണ്ടി കീശയിൽ കൈയിട്ട് നോക്കുമ്പോ 70 രൂപയുടെ കുറവ്. ആ ക്യാമ്പിലുള്ള അമ്മച്ചിമാരുണ്ട്, പ്രായമായ, മടിയിൽ ഒളിപ്പിച്ചു വെച്ച അല്ലെങ്കിൽ തിരികെ വെച്ച അവരുടെ പണമുണ്ട്. 10 രൂപ, 5 രൂപ. അത് എണ്ണി ഓമനക്കുട്ടന്റെ കൈ കൊടുക്കുക. എന്തിനാണെന്നറിയോ? 70 രൂപയുടെ പോരായികക്ക് താൽക്കാലികമായി ഓമനക്കുട്ടന് വായ്പ കൊടുക്കുക. ആ ക്യാമ്പിനകത്തൊരു സംഖ്യ ഉണ്ടായിരുന്നു. അവനത് വീഡിയോ ചെയ്തു മൊബൈലിൽ, എന്നിട്ട് ചാനലുകൾ കൊടുത്തു. എത്ര ദിവസം
ഓമനക്കുട്ടനെ ഈ കേരളത്തിന് അറിഞ്ഞൂടെ? എന്താ ഓമനക്കുട്ടനെ അറിയാനുള്ള കാരണം? ആ അഭയാർത്ഥി ക്യാമ്പിൽ, ദുരന്ത നിവാരണ ക്യാമ്പിൽ ഭക്ഷണം എത്തിക്കുന്നതിന് ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാനുള്ള 70 രൂപ കൈക്കൂലി വാങ്ങി ആര്? ഓമനക്കുട്ടൻ. ആ ഓമനക്കുട്ടൻ ഒരു മകളുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവളിപ്പോ MBBS പഠനം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു ധാരണ, ഒരറിവ്. ആ സമയത്ത് അവള് പഠിക്കുന്നതിന് വേണ്ടി റോഡിലൂടെ നടന്നു പോകുമ്പോ നാട്ടുകാർ അവളുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് വിളിച്ച പേരെന്താ അറിയോ? കള്ളന്റെ മകൾ. കള്ളന്റെ മകൾ. ആലോചിച്ച്. ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ടാ റോട്ടിലൂടെ പോയത്, വിതുമ്പിക്കൊണ്ടാ റോട്ടിലൂടെ പോയത്. എന്താ അവള് ചെയ്ത തെറ്റ്? ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകളായി ജനിച്ചു പോയി എന്നുള്ളതാ. തിരുത്തിയോ ഈ നാട്ടില്? തിരുത്തപ്പെട്ടോ ഈ നാട്ടില്? അപ്പൊ പെട്ടെന്ന് പരിപാടിക്ക് പോകാനുണ്ട്, ഞങ്ങൾ പോവുകയാണെന്നൊക്കെ പറഞ്ഞ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ ശ്രദ്ധിച്ചോ? പത്രത്തിൽ വായിച്ചില്ല നിങ്ങൾ? ഏരിയ കമ്മിറ്റിയുടെ വീട്ടിലേക്ക് പോകുന്ന ഇടവയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു. ഏരിയ കമ്മിറ്റിയുടെ വീട്ടിൽ നിന്നല്ല, വീട്ടിലേക്ക്, ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു. ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന്, അയാളുടെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു. ഈ നാട്ടിൽ ചർച്ച ചെയ്തോ? ഓർക്കുന്നോ നിങ്ങള്? നവകേരള യാത്ര, എന്റെ ജില്ലയായ കോഴിക്കോട്ടെ ബാലുശ്ശേരിയിൽ പിണറായി നവകേരള യാത്രയിൽ പങ്കെടുത്ത് തിരിച്ചുപോയി. മനോരമയിൽ വന്ന വാർത്തയാ. നവകേരള സദസ്സ് കാണാൻ വന്ന സ്ത്രീ തിരിച്ചു പോകുമ്പോൾ ബസ് ഇടിച്ചു മരിച്ചു. നവകേരള സദസ്സ് കാണാൻ വന്ന സ്ത്രീ പോകുമ്പോൾ ബസ് ഇടിച്ചു മരിച്ചു. അപ്പൊ നവകേരള സദസ്സിന് വന്ന എന്തോ ഒരു കുറ്റം പോലെയാ ഈ മനോരമ എഴുതി. എന്തിന് സഖാക്കളെ? നമ്മുടെ പ്രിയപ്പെട്ട രക്തസാക്ഷികളെ പോലും നമുക്ക് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ഈ പത്രങ്ങളിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുകയല്ലേ? ഒരു 5-8 മാസം മുമ്പ് ഓർക്കുന്നോ നിങ്ങള്? തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിലെ വെമ്പായമൂട്ടിൽ ഒറ്റ രാത്രിയിൽ 2 പേരെയാ നമുക്ക് നഷ്ടപ്പെട്ടത്. അക്ക് മുഹമ്മദും മിഥിലാജും. കൊന്നത് കോൺഗ്രസ്സുകാരാ. ഒരു തിരുവോണത്തലേന്ന് വലിയ ക്യാമ്പയിൻ ഉണ്ടാക്കി നമ്മൾ അതിനെതിരെ. ആ ക്യാമ്പയിന്റെ പേര് എന്തിനു കൊന്നു കോൺഗ്രസേ എന്നായിരുന്നു. അന്ന് കൊല്ലപ്പെട്ട അക്ക് മുഹമ്മദിനെ എനിക്കറിയാം. ആ കൊലപാതകം നടന്ന അതേ അങ്ങാടി, അതേ സ്ഥലത്ത് ഒരു ജൂൺ മാസത്തിൽ DYFIയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി ഞാൻ. പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്യൽ, വിജയോത്സവം എന്നായിരുന്നു ആ പരിപാടിയുടെ പേര്. പക്ഷെ പരിപാടിയുടെ 4-5 ദിവസം മുമ്പ് എനിക്ക് കടുത്ത പനി. ഞാൻ തിരുവനന്തപുരത്തെ സഖാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ തിരുവനന്തപുരത്തെ സഖാക്കൾ പറഞ്ഞു പറ്റില്ല, സഖാവ് നിർബന്ധമായി വരണം. മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മുടെ ബോർഡുകളൊക്കെ അവർ നശിപ്പിച്ചു കളഞ്ഞു. പരിപാടി നടത്താൻ സമ്മതിക്കില്ലെന്ന് അവർ വെല്ലുവിളിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് ആ പ്രദേശം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പനിക്കുള്ള കടുത്ത മരുന്ന് കഴിച്ച് കമ്പിളി പുതച്ചാണ് രാത്രിയുള്ള ട്രെയിനിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്. വൈകുന്നേരമാണ് പരിപാടി. സഖാക്കൾ അവിടെ വന്നു. ഞാൻ അവരുടെ കൂടെ വെമ്പായമൂട്ടിൽ സഖാവിന്റെ വീട്ടിൽ പോയി താമസിച്ചു. ഉച്ചയായപ്പോ കുറെ ചെറുപ്പക്കാർ വന്നു. ആ പ്രദേശത്തെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടി അവർ വന്നിട്ടുള്ളത്. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് ആ ചെറുപ്പക്കാരിൽ ഒരാൾ കൂടെ വന്നവരെ കൂടെ നിർത്തി, എന്നെയും ചേർത്ത് നിർത്തി സെൽഫിയൊക്കെ എടുത്തു. ആ ചെറുപ്പക്കാരൻ അക്ക് മുഹമ്മദാണ് എന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. പരിപാടിയൊക്കെ ഗംഭീരമായി കഴിഞ്ഞു. ഞാൻ തിരിച്ച് കാറിലേക്ക് കയറുമ്പോ എന്നെ യാത്ര അയക്കാനും ആ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അത് അവസാനത്തെ യാത്ര പറച്ചിലാണെന്ന് അന്ന് ഞാൻ ഓർത്തില്ല. പത്രത്തിൽ വാർത്ത വന്ന് വെഞ്ഞാറമൂട്ടിലെ കൊലപാതകത്തെ കുറിച്ച് അറിഞ്ഞപ്പോ ഞാൻ അവിടുത്തെ സഖാക്കളെ വിളിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അന്ന് എന്നെ കാണാൻ വന്ന, എന്നെ യാത്ര അയക്കാൻ വന്ന അക്ക് മുഹമ്മദാണ് കൊല്ലപ്പെട്ടവരിൽ ഒരാളെന്ന്. അറിയാലോ, ആ കേസിലെ പ്രതികൾക്ക് കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥ പരോൾ അനുവദിച്ചില്ല, ജാമ്യം അനുവദിച്ചില്ല. പഠിച്ച പണി 18ഉം അവര് പയറ്റി. കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ല. അവസാനം ഈ അടുത്ത കാലത്ത് ആ കേസിലെ 1-ാം പ്രതിയുടെ ഉമ്മ പോലീസിൽ ഒരു പരാതി കൊടുത്തു. അതിങ്ങനെയാണ്: കൊല്ലപ്പെട്ട ഹക്ക് മുഹമ്മദും മിഥിലാജും ഈ കേസിലെ സാക്ഷികളായ 13 കമ്മ്യൂണിസ്റ്റുകാരും എന്റെ മകനെ കൊല്ലാൻ വന്നു. അവര് പ്രതിരോധിച്ചപ്പോ അറിയാതെ കൊല്ലപ്പെട്ടു പോയതാണ് 2 പേർ. എങ്ങനെയുണ്ട് ന്യായം? എങ്ങനെയുണ്ട് ന്യായം? പോലീസ് ആ പരാതി ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടു. ഇവരെന്ത് ചെയ്തു? കോടതിയെ സമീപിച്ചു. അറിയാലോ, അറബിക്കടലിന് തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. കോടതി ഈ കേസിലെ സാക്ഷികളായ
13 കമ്മ്യൂണിസ്റ്റുകാർക്ക് സമൻസ് അയച്ചു, അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ. ഇതറിയേണ്ട താമസം മലയാള മനോരമ പത്രത്തിന്റെ 1-ാം പേജിൽ വാർത്ത, വെണ്ടക്ക അക്ഷരത്തിൽ വാർത്ത. എന്താ വാർത്ത? വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ ട്വിസ്റ്റ്, സാക്ഷികൾ പ്രതികളാവുന്നു. ഈ ദുട്ടന്മാർ ഒന്നുകൂടി ചെയ്തു. നമ്മുടെ ക്യാമ്പയിൻ ഉണ്ടല്ലോ, എന്തിനു കൊന്നു കോൺഗ്രസ്, ആ ക്യാമ്പയിന്റെ കട്ടിങ് കൂടി ഇതിന്റെ കൂടെ ചേർത്ത് വെച്ചു. ഇത് വായിക്കുന്നവർക്ക് എന്താ തോന്നുക? നമ്മുടെ സഖാക്കളെ നമ്മൾ തന്നെ കൊന്നതുപോലെ. വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ ട്വിസ്റ്റ്, സാക്ഷികൾ പ്രതികളാവുന്നു. ആരാ സാക്ഷികൾ? 13 കമ്മ്യൂണിസ്റ്റുകാർ പ്രതികളാവുന്നു. എന്നിട്ട് ആ കൊലപാതകത്തിന്റെ ചിത്രം കൂടി കൊടുത്താൽ ഒറ്റ നോട്ടത്തിൽ വായിക്കുന്നവന്റെ മനസ്സിൽ സഖാക്കളെ കൊന്നത് സഖാക്കൾ തന്നെയാണ് എന്ന് വരുത്തുന്ന രൂപത്തിൽ വാർത്ത വന്നു. മനോരമയിലെ വാർത്ത കാണേണ്ട താമസം വൈകുന്നേരം രാത്രി 9 മണി മൗദൂദി ചാനലിൽ 1 മണിക്കൂർ ചർച്ച. ഇല്ലേ? അങ്ങനെയാ പോകുന്നത് പത്രങ്ങൾ. എന്തിന് സഖാക്കളെ? സഖാബ് കോടിയേരിയുടെ മരണം ഇപ്പോഴും മനസ്സുകൊണ്ട് പൂർണ്ണമായി നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. സഖാബ് നമുക്കിടയിൽ എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാനല്ലേ നമുക്കിഷ്ടം. അത്രയും സഖാക്കളുമായി ഇഴുകിച്ചേർന്ന പ്രിയപ്പെട്ട സഖാവ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. 2021 ഒക്ടോബർ മാസം 1-ാം തീയതി ഞാനന്ന് കൊടുങ്ങല്ലൂല്ല RSSകാർ അറുങ്കൊല ചെയ്ത നമ്മുടെ ഒരു സഖാവിന്റെ ഓർമ്മ ദിനത്തിൽ പങ്കെടുക്കാൻ പോയതാ. പരിപാടിയൊക്കെ കഴിഞ്ഞ് കൊടുങ്ങല്ലൂരിലെ സഖാക്കളോടൊപ്പം അങ്ങാടിയിലെ ചായപ്പീടിയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ പല കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ കോടിയേരിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആശങ്കയോടെ ചില സഖാക്കൾ സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ഭയപ്പെടണ്ട, സഖാബ് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരും. ഞാനത് വെറുതെ പറഞ്ഞല്ല. 4-5 ദിവസം മുമ്പ് ചെന്നൈയിലുള്ള ബിനീഷ് കോടിയേരിയുമായി ഫോണിൽ സംസാരിച്ചതിന്റെ ഒരു ബലത്തിൽ കൂടിയാണ് ഞാൻ ആശ്വാസവചനം അവരോട് പറഞ്ഞ് തിരിച്ച് യാത്ര തുടങ്ങി. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് യാത്ര തിരിച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാണ് കൊടുങ്ങല്ലൂരിലെ സഖാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, കോടിയേരി യാത്ര പോയി. സഖാക്കളെ, നിങ്ങളെയൊക്കെ പോലെ അത് വിശ്വസിക്കാൻ എനിക്കും വല്ലാത്ത പ്രയാസം ഉണ്ടായി. ഞാനാണെങ്കിൽ കാറിലാണ്. വാർത്താ മാധ്യമങ്ങളെ, ടെലിവിഷൻ ചാനലുകൾ ഒന്നും കാണാൻ നിവൃത്തിയില്ല. കയ്യിലുള്ള മൊബൈലിൽ വരുന്ന സന്ദേശങ്ങൾ മാത്രമാണ് ഏക ആശ്വാസം. അപ്പോഴാണ് എന്റെ മൊബൈലിലേക്ക് ഒരു സന്ദേശം വന്നത്. നിങ്ങളുടെയൊക്കെ മൊബൈലിലേക്ക് ആ സന്ദേശം വന്നു. കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായിയുടേതായിരുന്ന സന്ദേശം. അതിങ്ങനെയാണ്: ഒരു കൂടപ്പിറപ്പിനെ പോലെ അല്ല, എന്റെ ഒരു കൂടപ്പിറപ്പിനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. സഖാക്കളെ നമ്മൾ കണ്ടില്ലേ? പിറ്റേ ദിവസം ചെന്നൈയിൽ നിന്ന് പ്രിയപ്പെട്ട കോടിയേരിയുടെ മൃതശരീരം എത്തിയ ഉച്ചക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെ തലശ്ശേരി മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ തന്റെ പ്രിയപ്പെട്ട സഖാവിന്റെ നിശ്ചലമായ ശരീരത്തിനരികിൽ കണ്ണിമ ചിമ്പാതെ സഖാവ് പിണറായി ഉണ്ടായിരുന്നു. മാസ്ക് കൊണ്ട് പാതി മറച്ച ആ മുഖത്ത് ഒരു കണ്ണീരിന്റെ കടലിരമ്പമുണ്ടായിരുന്നു. രാത്രി 9 മണിക്ക് കോടിയേരിയുടെ വീട്ടിലേക്ക് മൃതശരീരം കൊണ്ടുപോകുമ്പോ ഒരു തറവാട്ടുകാരനെ പോലെ പിണറായി കൂടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം കണ്ണൂരിലെ പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കോടിയേരിയുടെ മൃതശരീരം അന്ത്യദർശനത്തിന് വെക്കുമ്പോ അവിടെയും സഖാവ് പിണറായി ഉണ്ടായിരുന്നു. ഒരുപാട് സമരപഥങ്ങളിലൂടെ അവർ ഒരുമിച്ച് നടന്നുപോയ കണ്ണൂരിന്റെ തെരുവീതിയിലൂടെ നട്ടുച്ചയുടെ പൊരിവേരത്ത് തന്റെ പ്രിയപ്പെട്ട സഖാവിന്റെ അവസാന യാത്രക്ക് മുമ്പിലും പിണറായി ഉണ്ടായി. പയ്യാമ്പലം കടപ്പുറത്തേക്ക് ആ വിലാപയാത്ര കടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട സഖാവിന്റെ മൃതശരീരം തോളിലേറ്റി അത് ചിതയിൽ വെച്ച് ആ ചിതക്ക് തീക്കൊളുത്തി തൊട്ടടുത്ത പ്രസംഗ വേദിയിലേക്ക് കയറി അനുശോചന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി മൈക്കിന്റെ മുമ്പിൽ വന്ന്, ഞാൻ എങ്ങനെ തുടങ്ങും, ഞാൻ എന്തു പറയും, ഞാൻ എവിടെ അവസാനിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് 3 വാക്കുകളിൽ അത് ഒരു കണ്ണീരോടുകൂടി അവസാനിച്ചപ്പോ കണ്ണു നിറയാത്ത കമ്മ്യൂണിസ്റ്റുകാരെന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ സകല ദൃശ്യമാധ്യമങ്ങളും ആ കാഴ്ച നമുക്ക് കാണിച്ചു തന്നു. പിറ്റേ ദിവസം പുറത്തിറങ്ങിയ കേരളത്തിലെ സകല പത്രങ്ങളും വാഗ്മയ ചിത്രങ്ങളായി ആ രംഗം നമ്മുടെ മുമ്പിൽ വീണ്ടും പുനരവതരിപ്പിച്ചു. പക്ഷെ സഖാക്കളെ നിങ്ങൾ നോക്ക്, അതിന്റെ നേരെ പിറ്റേ ദിവസം ഒക്ടോബർ മാസം 4-ാം തീയതി മാറ്റിവെക്കപ്പെട്ട അനിവാര്യമായ വിദേശയാത്രക്ക് വേണ്ടി സഖാവ് പിണറായി പുറപ്പെട്ടപ്പോ ഇതേ മാധ്യമങ്ങൾ, ഇതേ ദൃശ്യമാധ്യമങ്ങൾ, രാഷ്ട്രീയ എതിരാളികൾ എന്തായി നാടിനോട് വിളിച്ചു പറഞ്ഞത്? ഇന്നലെ പയ്യാമ്പലം കടപ്പുറത്തെ സഖാവ് പിണറായി മുതലക്കണ്ണീരൊഴുക്കുകയായിരുന്നു. ഇന്ന്
വിദേശത്തേക്ക് ടൂർ പോവുകയാണ് എന്നവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ, പയ്യാമ്പലം കടപ്പുറത്ത് കണ്ണീരൊഴുക്കിയത് സഖാവ് പിണറായി വിജയനാണ്. പിറ്റേ ദിവസം വിദേശത്തേക്ക് യാത്ര പോയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതൊരു സർക്കാരിന്റെ ഭാഗമാണ്. അതിന് നിശ്ചലമാകാൻ കഴിയില്ല. ഒരു യന്ത്രം പോലെ അതിന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. മാത്രമല്ല, സഖാവ് പിണറായി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് കരഞ്ഞു നിൽക്കാൻ നേരമില്ല. കരയാൻ തീരുമാനിച്ചാ പിന്നെ അവന് കരയാനേ നേരം കിട്ടും. ഇവർ ഈ ആരോപണം ഉന്നയിച്ച ഒക്ടോബർ 4 ഉണ്ടല്ലോ, ആ ഒക്ടോബർ 4 ഒരു പ്രത്യേകതയുണ്ട്. ഡിവൈഎഫ്ഐയുടെ സഖാക്കൾക്ക് ചിലപ്പോ അത് ഓർമ്മ വരും. ഇതുപോലെ ഒരു ഒക്ടോബർ 4 തൃശൂർ ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെ നേതാവായ സഖാവ് പിയൂസിന് RSSകാരാൽ അറുങ്കൊല ചെയ്യപ്പെട്ടുള്ളത്. സഖാവ് കൊല്ലപ്പെട്ട ദിവസം പത്രങ്ങളിൽ വന്ന വാർത്ത വായിച്ചവർക്കറിയാം സഖാവിന്റെ ജീവചരിത്രം. ഒരു ദരിദ്ര കുടുംബത്തിലെ ഒരു കോളനിയിലാണ് സഖാവ് ജനിച്ചത്. ജനിച്ചേറെ കഴിയുന്നതിന് മുമ്പ് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടു. അച്ഛമ്മയെ അവനെ വളർത്തിയത്. ബാലസംഘത്തിലൂടെ, SFIയിലൂടെ, ഡിവൈഎഫ്ഐയിലൂടെ ആ പ്രദേശത്തെ പാർട്ടിയുടെ പ്രധാന പ്രവർത്തകനായി മാറി, ഡിവൈഎഫ്ഐയുടെ നേതാവായി മാറി. കൊല്ലപ്പെടുന്ന ദിവസം സഖാവിൽ അർപ്പിതമായ ഒരു കടമയുണ്ട്. ഏകദേശം ഈ ഒരു സമയം. എന്താണ് ആ കടമ? അറിയാലോ നിങ്ങൾക്ക്, കേരളത്തിൽ ഡിവൈഎഫ്ഐയുടെ ഒരു പരിപാടിയുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സകല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും താലൂക്ക് ആശുപത്രികളിലും ഉച്ചനേരത്ത് രോഗികൾക്ക് വിശക്കുമ്പോ, അവരുടെ കൂട്ടിരിപ്പുകാർക്ക് വിശക്കുമ്പോ, വയറെരിയുമ്പോ മിഴി നിറയാൻ പാടില്ല. കേരളത്തിലെ സകല മെഡിക്കൽ കോളേജുകളിലും 365 ദിവസവും മുടങ്ങാതെ ഉച്ചനേരത്ത് പൊതിച്ചോറെത്തിക്കുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഡിവൈഎഫ്ഐ. സഖാവിൽ അർപ്പിതമായ കടമ എന്താ അറിയോ? പിറ്റേ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിലേക്കുള്ള പൊതിച്ചോറ് കൊടുക്കേണ്ടത് സനൂപിന്റെ നാട്ടിൽ വെച്ച. ഏകദേശം ഈ ഒരു സമയം നേരത്തെ പറഞ്ഞുറപ്പിച്ച സകല വീടുകളിലും കയറിയിറങ്ങി അമ്മമാരെ കണ്ട്, ഉമ്മമാരെ കണ്ട് പിറ്റേ ദിവസത്തെ പൊതിച്ചോറിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോഴാണ് RSSന്റെ കശ്മലന്മാർ സഖാബ് സനൂപിനെ വെട്ടി നുറുക്കിയത്. സഖാക്കളെ, നിങ്ങൾ അറിയണം, അവനേൽപ്പിച്ച പൊതിച്ചോറുണ്ടല്ലോ, അത് കെട്ടിപ്പൊതിഞ്ഞ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവന്റെ മൃതശരീരം കെട്ടിപ്പൊതിഞ്ഞ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേട് ആ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടായി. പിറ്റേ ദിവസം അവനേൽപ്പിച്ച പൊതിച്ചോറുണ്ടല്ലോ, അത് ചൂടാറാതെ അവന്റെ പ്രിയപ്പെട്ട സഖാക്കള് തൃശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് വിതരണം ചെയ്യുമ്പോ അതേ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിലെ മോർച്ചറിയിൽ തണുത്ത് മരവിച്ച് പോസ്റ്റ്മോർട്ടം കത്ത് കിടക്ക സഖാബ് സനൂപ്. അവന്റെ സഖാക്കൾ കരഞ്ഞു നിൽക്കുക അല്ല, അവനേൽപ്പിച്ച പൊതിച്ചോറുണ്ട്, അത് ചൂടാറാതെ രോഗികൾക്ക് നൽകണം എന്നാ അവൻ പറഞ്ഞത്. ആ കർമ്മം ചെയ്യാവര്. അതാ നമ്മൾ പറയുന്നത്, മരിച്ചാലും മനുഷ്യന് വേണ്ടി ജീവിക്കുന്നവന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റുകാർ. എത്ര പേർ അതിനുള്ള പോരാട്ടത്തിന്റെ വഴികളിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ രക്തസാക്ഷികളുടെ ഓർമ്മ ദിനങ്ങളിൽ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ മുട്ടി ആകാശത്തേക്ക് ചുരുട്ടി നമ്മൾ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. അതിങ്ങനെയാണ്: സഖാക്കളെ, നിങ്ങൾ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഒരു വരി കൂടി അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കും. അതിങ്ങനെയാണ്: നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു വെറും വാക്കല്ല. ഈ പോരാട്ടത്തിനിടയിൽ ജീവിതമോമിച്ച പ്രിയപ്പെട്ട രക്തസാക്ഷികളോട് നൽകുന്ന ഒരു വാഗ്ദാനമാണ്. ആ മുദ്രാവാക്യത്തിന് ഏറെ പ്രസക്തിയുള്ള ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഇല്ലേ? ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് 2024 മാർച്ച് മാസം 8-ാം തീയതി. ഇന്നട്ടല്ലേ 8-ാം തീയതി, ഇല്ലേ? 2024 മാർച്ച് മാസം 8-ാം തീയതിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു വർഷം കൂടി പിന്നിട്ടാൽ 2025. ആ 2025 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ പ്രസക്തിയുണ്ട്. എന്താണ് ആ പ്രസക്തി എന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ ഒരു വർഷം പിറകിലേക്ക് നടക്കണം. അങ്ങനെ നടന്നാൽ നിങ്ങൾ 1925-ലെത്തും. 1925-ന്റെ പ്രത്യേകത എന്താണ്? അന്നാണ് ഇന്ത്യയിൽ RSS രൂപീകരിക്കപ്പെട്ടുള്ളത്. RSS രൂപീകരിക്കുമ്പോ അവർ പറഞ്ഞ കാര്യം എന്താണ്? 100 വർഷം കൊണ്ട് ഇന്ത്യയെ ഞങ്ങൾ ഒരു ഹിന്ദു രാജ്യമാക്കും. അവരടയാളപ്പെടുത്തിയ ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കുമെന്ന്
അവരടയാളപ്പെടുത്തിയ നാളിലേക്ക് ഇനി ഒരു വർഷം തികച്ചില്ല. 9 മാസവും 8 കൂടി കീച്ചാൽ നിങ്ങൾ കൂട്ടി വെക്ക്, 10 മാസം പരമാവധി ഉള്ളത്. 10 മാസം. 2025 ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കുമെന്ന് പറയുന്ന RSSന്റെയോ RSSന്റെ രാഷ്ട്രീയ മുഖമായ BJPയുടെയോ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ വളരെ വിനീതമായി ഒരു ചോദ്യം. നിങ്ങൾ പറഞ്ഞല്ലോ 2025 ഇന്ത്യയെ ഞങ്ങൾ ഒരു ഹിന്ദു രാജ്യമാക്കുമെന്ന്. ആ വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്? ആ വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്? ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ഹിന്ദുക്കളാക്കും എന്നാണോ ആ വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത്? എങ്കിൽ BJP RSS അതിന് അധ്വാനിക്കേണ്ടതില്ല. എന്താ കാരണം? ഇന്ത്യയിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും 85% ഹിന്ദുമത വിശ്വാസികളാണ്. അടിവരയിടുക, ഹിന്ദുമത വിശ്വാസികളാണ്. അവരെല്ലാവരും RSS അല്ല, അവരെല്ലാവരും BJP അല്ല. അതുകൊണ്ടാണല്ലോ 5 വർഷം മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, ഇപ്പോഴും പ്രധാനമന്ത്രിയായി തുടരുന്നതിന് കാരണമായ ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടിന്റെ 39% വോട്ട് മാത്രമാണ് നരേന്ദ്രമോദിക്കും RSSനും അനുകൂലമായി കിട്ടിയിട്ടുള്ളത്. ബാക്കി 61% വോട്ടും നരേന്ദ്രമോദിക്കും RSSനും BJPക്കും എതിരാണ്. പക്ഷെ ആ വോട്ടുകള് വ്യത്യസ്ത പാർട്ടികൾക്ക് വേണ്ടി വ്യത്യസ്ത പെട്ടികളിൽ വീണത് കൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ളത്. RSSും BJPയും ഇന്ത്യയിലെ ഭരണവർഗമായി മാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആ വോട്ടുകൾ വ്യത്യസ്ത പെട്ടിയിൽ വീഴാതിരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ എന്നൊരു സഖ്യത്തെ കുറിച്ച് നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിക്കുന്നത്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാനിപ്പോ കിടക്കുന്നില്ല. ഇപ്പൊ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ഹിന്ദുക്കളാക്കുക എന്ന കടമ RSS നിർവഹിക്കേണ്ടതില്ല. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് ഈ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ആശ്വാസകരമായ സന്തോഷകരമായ എന്ത് വാർത്തയുണ്ട്? അവർക്ക് ആശ്വാസം നൽകുന്ന എന്ത് കാര്യങ്ങൾ നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് ചെയ്തിട്ടുണ്ട്? ഇത് ചോദിച്ചാൽ നരേന്ദ്രമോദിയും RSSും പറയുന്ന ഒരു ഉത്തരമുണ്ട്. എന്താണ് ആ ഉത്തരം? ലോകത്തിലെ 5ാമത്തെ സമ്പന്ന രാജ്യമാണ് ഇന്ത്യ. ഇത് നരേന്ദ്രമോദിയുടെ പടായി അല്ല കേട്ടോ, ഒരു കണക്കെടുപ്പിന്റെ ഉത്തരാണ്. ലോകത്തിലെ 5ാമത്തെ സമ്പന്ന രാജ്യമാണ് ഇന്ത്യ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? ലോകത്തിലെ 5ാമത്തെ സമ്പന്ന രാജ്യമാണ് ഇന്ത്യ. ഞാൻ 3 പ്രാവശ്യം പറഞ്ഞല്ലോ സഖാക്കളെ, ലോകത്തിലെ 5ാമത്തെ സമ്പന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പൊ 4ാമത്തെ പ്രാവശ്യം പറഞ്ഞു. നിങ്ങൾക്ക് എന്താ ഒരു ഉഷാറില്ലാത്തത്? നിങ്ങൾക്ക് എന്താ ഒരു ഉന്മേഷമില്ലാത്തത്? ഈ ഇന്ത്യയിലെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിലെ ഈ ഗ്രാമത്തിലല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? 5ാമത്തെ സമ്പന്ന രാജ്യമായ ഇന്ത്യയിലെ കേരളം എന്ന സംസ്ഥാനത്തെ മലപ്പുറം എന്ന ജില്ലയിലെ ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന നിങ്ങൾക്ക് എന്തേ ഒരു സന്തോഷമില്ലാത്ത? 5ാമത്തെ സമ്പന്ന രാജ്യം എന്ന് പറയുമ്പോ ഇതിനൊരു കാരണമേ ഉള്ളൂ, നിങ്ങൾക്കത് അനുഭവ സാധ്യമാകുന്നില്ല. എന്താ അതിന്റെ കാരണം? അതിനൊരു കാരണമുണ്ട്. അതൊരു കണക്കെടുപ്പാണ്. നാസർ കൊളായിയുടെയോ ഇടതുപക്ഷത്തിന്റെയോ ബടായി അല്ല. എന്താണ് ആ കണക്കെടുപ്പ്? ഇന്ത്യയിലെ സമ്പത്തിന്റെ 49% എന്ന് പറഞ്ഞാൽ 1% കൂടി കൂട്ടിയാൽ 50-50. 49% കിടക്കുന്ന എവിടെ അറിയോ? ഇന്ത്യയുടെ ജനസംഖ്യയുടെ 0.1% വരുന്ന ശതകോടീശ്വരന്മാരുടെ കയ്യിൽ. ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ്? 140 കോടി. അതിന്റെ 0.1% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,48,000. ഇന്ത്യയിലെ 1,48,000 വരുന്ന ശതകോടീശ്വരന്മാരുടെ കയ്യിലാണ് ഇന്ത്യയുടെ സമ്പത്തിന്റെ നേർപകുതി എന്ന് തന്നെ പറയാവുന്ന 49%. ഇത് പറയുമ്പോ BJP പറയുന്ന മറ്റൊരു കണക്കുണ്ട്. എന്താണ് ആ കണക്ക്? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ 2ാമൻ ഇന്ത്യക്കാരനാണ്. അതും കണക്കെടുപ്പിന്റെ ഉത്തരവാണ്. അത് ശരിയാണ്. ആരാണ് 2ാമൻ? അറിയാലോ നിങ്ങൾക്ക് ആ പേര്? ഗൗതം അദാനി. ഗൗതം അദാനി ലോകത്തിലെ 2ാമത്തെ സമ്പന്നൻ ഇല്ലേ? ഇതിന്റെ നേരെ വിപരീതമായ മറ്റൊരു കണക്കെടുപ്പുണ്ട്. ഏറ്റവും വലിയ സമ്പന്നനെ കണക്കെടുക്കുമ്പോ ദാരിദ്ര്യത്തിന്റെ കണക്കെടുപ്പ്. ലോകത്താകെയുള്ള രാജ്യങ്ങൾ 193 രാജ്യങ്ങൾ. അതിൽ 121 രാജ്യങ്ങളുടെ കണക്കെടുപ്പ്. എന്തിന്റെ കണക്കെടുപ്പാ? ദാരിദ്ര്യത്തിന്റെ കണക്കെടുപ്പ്. എങ്ങനെയാ കണക്കെടുക്കുന്നത്? ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ രാജ്യം ഏതാണോ ആ രാജ്യം 1ാം സ്ഥാനത്ത്. അതിൽ ഇന്ത്യ ഇല്ലാന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പല്ലേ? 2, 3, 4, 5 ഇന്ത്യ ഉണ്ടോ? ഇല്ല. 5 ഇന്ത്യയുടെ ഏതെങ്കിലും അയൽ രാജ്യം ഉണ്ടോ? ഉണ്ട്. ഏതാണത്? കമ്മ്യൂണിസ്റ്റ് ചൈനയുണ്ട്. പോട്ടെ,
6, 7, 8, 9, 10 നമ്മളുണ്ടോ? ഇല്ല. 20, 30, 40, 50 നമ്മളുണ്ടോ? ഇല്ല. പോട്ടെ 100 നമ്മളുണ്ടോ? ഇല്ല. 101 നമ്മളുണ്ടോ? ഇറ്റ് വാസ് ഉണ്ടായിരുന്നു. ഇന്ത്യ 101 സ്ഥാനത്തായിരുന്നു. നരേന്ദ്രമോദി 5 കൊല്ലം മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്ന കാലത്ത് ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ 101 സ്ഥാനത്തായിരുന്നു. പിന്നെയോ നമുക്ക് പുരോഗതി ഉണ്ടായി. മേലോട്ടല്ല, അധോഗതിയിൽ പുരോഗതി. 2 മാസം മുമ്പ് നമ്മുടെ സ്ഥാനത്രയാ അറിയോ? 107. അങ്ങനെയാണ് ഞാനൊക്കെ സംസാരിച്ച 2 മാസം മുമ്പ്. വീണ്ടും നമുക്ക് അധോഗതിയിൽ പുരോഗതി ഉണ്ടായി. ഇപ്പൊ നൗ സ്റ്റിൽ ഈ വർത്തമാന കാലത്ത് നമ്മൾ എത്രാം സ്ഥാനത്ത് അറിയോ? 111ാമത്തെ സ്ഥാനത്ത്. എത്ര രാജ്യത്തിലാ കണക്കെടുപ്പ് നടന്നത്? 121. നമ്മൾ എത്രാമത്തെ സ്ഥാനത്താണ്? 111. നമ്മുടെ താഴെ ഇനി എത്ര രാജ്യം ഉള്ളത്? 10 രാജ്യം. എന്നാൽ ഇതിന് ഇണതുണയായി ഇന്ത്യയുടെ ഏതെങ്കിലും അയൽ രാജ്യം ഉണ്ടോ? ശ്രീലങ്ക ഉണ്ടോ? നേപ്പാൾ ഉണ്ടോ? ബംഗ്ലാദേശ് ഉണ്ടോ? പാകിസ്ഥാൻ ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു രാജ്യം ഉണ്ടോ? ഉണ്ട്. ഏതാണ് ആ രാജ്യം? ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ പേര് മഹാത്മാഗാന്ധി. നമുക്ക് മറ്റൊരു ഗാന്ധി ഉണ്ടായിരുന്നു, അതിർത്തി ഗാന്ധി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം കൊടുത്ത് നമ്മൾ ആദരിച്ച ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ നാടേതാ അറിയോ? അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ ദാരിദ്ര്യത്തിൽ ഇന്ത്യക്ക് ഇണതുണയായി നിൽക്കുന്നുണ്ട്. എന്താ കാരണം? അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് മുസ്ലിം മത തീവ്രവാദികളാണ്. ഇന്ത്യ ഭരിക്കുന്നത് ഹിന്ദു മത തീവ്രവാദികളാണ്. അപ്പൊ നമുക്ക് കിട്ടിയ മൊത്തം ഉത്തരം എന്താണ്? മതവർഗീയവാദികൾ ഭരിക്കുന്ന നാട് ഏടുണ്ടോ ആ നാട് ദാരിദ്ര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. ഇല്ലേ? എന്തേ പറ്റി ഈ നാടിന്റെ സമ്പത്തിന്? ലോകത്തിലെ 5ാമത്തെ സമ്പന്ന രാജ്യത്തിന്റെ സമ്പത്തിന് എന്തു പറ്റി? എന്തേ നമ്മുടെ നാട്ടിലെ ജനങ്ങള് ഇത്രയധികം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുത്തിപ്പോയി? ഇന്ത്യയുടെ സമ്പത്ത് വിറ്റുതുലച്ചു. ഇന്ത്യയുടെ സമ്പത്ത് വിറ്റുതുലക്കുകയാണ്. ഇന്ത്യയുടെ ആകാശം വിറ്റു, ഇന്ത്യയുടെ ഭൂമി വിറ്റു, ഇന്ത്യയുടെ കടല് വിറ്റു. ഇല്ലേ? ഇന്ത്യയുടെ ആകാശം വിറ്റു എന്ന് പറയുമ്പോ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നിടത്തൊക്കെ ഞാനൊരു കഥ പറയാറുണ്ട്. വെറും കഥയല്ല, സ്കൂളിലെ പാഠപുസ്തകത്തിൽ ഞാൻ പഠിച്ച ഒരു പാഠം. ഞാൻ സ്കൂളിൽ 5ാം ക്ലാസ് പഠിക്കുമ്പോ മലയാള പാഠപുസ്തകത്തിലെ 4ാമത്തെ പാഠം. ഞാൻ ആ പാഠം ഇവിടെ പറയുമ്പോ ഈ സദസ്സിലെ ചിലർക്ക് ഇങ്ങനെ ഓർമ്മ വരും, അത് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പഠിച്ചവരാരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കൈ പൊക്കരുത്. എന്താ കാരണം അറിയോ? എന്റെ പ്രായത്തിന്റെ രഹസ്യം പുറത്തറിയും, അതുകൊണ്ടാ കൈ പൊക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ സ്കൂളിൽ 5ാം ക്ലാസ് പഠിക്കുമ്പോ മലയാള പാഠപുസ്തകത്തിലെ 4ാമത്തെ പാഠം ഇങ്ങനെയാണ്. ബെല്ലടിച്ചു, കുട്ടികളൊക്കെ ക്ലാസ് കയറി. ആകാശത്തുരിരംഭം. കുട്ടികൾ മുറ്റത്തിറങ്ങി ആകാശത്തേക്ക് വിരൽ ചൂണ്ടി വിളിച്ചു പറഞ്ഞു, വിമാനം വിമാനം. ആ ക്ലാസ്സിലാണ് റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചതിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുള്ളത്. കുഴപ്പാവോ സഖാവേ? ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല. റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചതെന്ന് സ്പീക്കർ സംശീർ പറഞ്ഞപ്പോ പ്രശ്നമായി. എന്റെ പേര് നാസർ എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുഴപ്പമായാലും എനിക്ക് കുഴപ്പമില്ല. റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചു എന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് അവിടെയാണ്. ഇന്ത്യയുടെ ആകാശം വിറ്റു. ഇല്ലേ? നിങ്ങൾ നോക്ക്, ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയപ്പോ 6 അടി ഉയരമുള്ള എന്റെ ചൂണ്ടാണി വിരലിന്റെ അറ്റത്തേക്ക് 8 അടി ഉയരം. 8 അടി ഉയരമുള്ള എന്റെ വിരലിന്റെ അറ്റത്ത് നിന്ന് എന്റെ കാൽപാദത്തിലെ വിരലുകളിലേക്ക് രക്തം കുതിച്ചു പായ. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പ്രസംഗിക്കുമ്പോ ഇടത്തെ കൈയുടെ വിരലറ്റത്ത് നിന്ന് വലത്തെ കൈയുടെ വിരലറ്റത്തേക്ക് രക്തം കുതിച്ചു പായാണ്. എന്റെ ശരീരത്തിൽ മാത്രമല്ല, എന്റെ പ്രസംഗം കേൾക്കാനിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിലൊക്കെ രക്തം കുതിച്ചു പായാണ്. അങ്ങനെ രക്തം ഓടിക്കൊണ്ടിരുന്നാലേ നമ്മൾ ജീവിച്ചിരിക്കുള്ളൂ. രക്തയോട്ടം നിലച്ച നമ്മൾ മരിച്ചു പോകും. നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെയാ രക്തം ഓടുന്നത്? നിങ്ങളുടെ നാഡീ ഞരമ്പുകളിലൂടെ. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ നാഡീ ഞരമ്പുകൾ എന്താണ്? ഇന്ത്യയുടെ റെയിൽ പാതമാണ്. അത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുണ്ട്. ബോംബെ തുറമുഖം മുതൽ കൽക്കട്ട തുറമുഖം വരെയുണ്ട്. തലങ്ങും വലങ്ങും ഇന്ത്യയില് റെയിൽ പാലങ്ങളുണ്ട്. കോടിക്കണക്കിന് മനുഷ്യര് ഇന്ത്യയുടെ റെയിൽ പാടങ്ങളിലൂടെ നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സഞ്ചരിക്കുകയാണ്, ഇന്ത്യ ജീവിക്കുകയാണ് ഈ ഗ്രാമങ്ങളിലൂടെ, നഗരങ്ങളിലൂടെ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ റെയിൽ പാളങ്ങൾ ഇന്ത്യയുടേതാണെന്ന്? ഇന്ത്യൻ റെയിൽവേ കേൾക്കാൻ സുഖമുണ്ട്, ഇന്ത്യൻ റെയിൽവേ കേൾക്കാൻ സുഖമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിമാനത്തെ കുറിച്ച്. നിങ്ങളുടെ കുട്ടികൾ ഇപ്പൊ ആകാശത്ത് ഇരമ്പല് കേട്ട് നിങ്ങളുടെ കുട്ടികൾ മുറ്റത്തേക്ക് ഇറങ്ങി കരിപ്പൂര് വിമാനത്താവളത്തിൽ ഇറങ്ങാൻ താണു പറക്കുന്ന വിമാനത്തിന് നേരെ ചൂണ്ടി വിമാനം വിമാനം എന്ന് വിളിച്ചു പറയുമ്പോ നിങ്ങൾ അറിയണം, ആ വിമാനത്തിന്റെ പുറത്ത് എയർ ഇന്ത്യ എന്ന് മനോഹരമായ അക്ഷരത്തിൽ എഴുതി വെച്ചത് ഒരുപക്ഷെ താണു പറക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും.
പക്ഷെ ആ വിമാനം ഇന്ത്യയുടേതല്ല. ഇറ്റ് വാസ്, അത് ഇന്ത്യയുടേതായിരുന്നു. കിട്ടിയ വിലക്ക് വിറ്റ് തുലച്ചു ടാറ്റക്ക്. ഇന്ത്യൻ എയർലൈൻസ് എന്ന മനോഹരമായ അക്ഷരങ്ങൾ എഴുതി വെച്ചത് ഒരുപക്ഷെ വായിക്കാൻ പറ്റിയേക്കാം. വിറ്റു തുലച്ചു. ഇന്ത്യയുടേതല്ല. ലോകത്ത് വിമാനം സർവീസ് സ്വന്തമായിട്ടില്ലാത്ത ഏക രാജ്യത്തിന്റെ പേര് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയാണ്. ഇന്ത്യക്ക് സ്വന്തമായി വിമാനമില്ല. ഒരാൾക്കും അവകാശപ്പെടാൻ കഴിയില്ല. വിറ്റു തുലച്ചു. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ റെയിൽവേ കേട്ടാ വിചാരിക്കും ഇന്ത്യയുടേതാണ്. ഇറ്റ് വാസ്, ഇന്ത്യയുടേതായിരുന്നു. വിറ്റു തുലക്കാൻ തുടങ്ങി. സംശയമുണ്ടോ നിങ്ങൾക്ക്? കോയമ്പത്തൂർ പോയി നോക്ക്. ചെന്നൈ വഴി മുംബൈയിലേക്ക് സ്വകാര്യ തീവണ്ടികൾ ഓടാൻ തുടങ്ങി. വായിച്ചില്ലേ നിങ്ങൾ പത്രത്തിൽ? മധ്യപ്രദേശിൽ ടാറ്റയുടെ ഗുഡ്സ് വാഗൺ മറിഞ്ഞ് റെയിൽവേ ഗതാഗതം സ്തംഭിച്ചു. ബോംബെയിൽ പോയി നോക്ക്, സ്വകാര്യ തീവണ്ടികൾ ഓടി തുടങ്ങുകയാണ്. ബോംബെ എന്ന് പറയുമ്പോൾ സാന്ദർഭികമായി പറയാണ്, ബ്രിട്ടീഷുകാരൻ ഇന്ത്യ ഭരിക്കുമ്പോ ബോംബെ എന്ന് പറയുന്ന നഗരം ഒരു ബ്രിട്ടീഷ് പ്രഭുവിൻ്റെതായിരുന്നു. അയാൾ മകളെ കെട്ടിക്കുമ്പോ മരുമോന് സ്ത്രീധനം കൊടുത്ത നാടിന്റെ പേരാണ് ബോംബെ. ഇല്ല, ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തിരൂരിലൂടെ തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള തീവണ്ടി മാവേലി എക്സ്പ്രസ് ഉണ്ട്, മലബാർ എക്സ്പ്രസ് ഉണ്ട്. ഈ നാട്ടിലുള്ളവർ അവിടെ പോയി തീവണ്ടി കയറുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, അധികം വൈകാതെ മാവേലിയും മലബാറും ഒക്കെ സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റു തുടങ്ങുമ്പോ, സ്വകാര്യ മുതലാളിയുടേതായി മാറുമ്പോ, ആ മുതലാളിയുടെ മകളെ കെട്ടിക്കുമ്പോ മുതലാളി അത് മരുമകന് സ്ത്രീധനം കൊടുക്കുമ്പോ, തിരൂരിൽ നിന്ന് തീവണ്ടി എപ്പോ പോകണം, തിരൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്ര ചാർജ് വാങ്ങണം, ആ മുതലാളി തീരുമാനിക്കും. ഇന്ത്യയുടെ തീവണ്ടികള് വിറ്റു തുടങ്ങുകയാണ്. ഇന്ത്യയുടെ കടല് വിൽക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖം, സമയക്കുറവുകൊണ്ട് വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. കേരള സർക്കാരിനെ ലേലത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കാതെ അത് അദാനിക്ക് തീരെഴുതി കൊടുത്തു. നമ്മള് വിഴിഞ്ഞം തുറമുഖത്തിനെതിരല്ല. മദർഷിപ്പ്, അമ്മക്കപ്പലിന് തീരത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന പ്രകൃതിദത്തമായ ആഴമുള്ള വിഴിഞ്ഞത്ത് തുറമുഖം വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മനുഷ്യ ചങ്ങല നടത്തിയ പാർട്ടിയാണ് CPM. അത് അദാനിക്ക് കൊടുത്ത രീതിയിലേ നമ്മൾ എതിർപ്പുള്ളൂ. ഇല്ലേ? ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്. ഇന്ത്യയുടെ ആകാശവും ഭൂമിയും കടലും എല്ലാം വിൽക്കുകയാണ്. ഇല്ലേ? നമ്മൾ ആരോടാ പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തത്? ബ്രിട്ടീഷുകാരനോട്. ബ്രിട്ടീഷുകാരൻ എന്തിനാ ഈ രാജ്യത്ത് വന്നത്? രാജ്യം പിടിച്ചെടുക്കാനാണോ? അല്ല, കച്ചവടത്തിന് വന്നവരാണ് ബ്രിട്ടീഷുകാർ, പോർച്ചുഗീസുകാർ. അവര് മാത്ര വന്നത് അല്ല. അവർക്ക് മുമ്പ് അറബികൾ ഇവിടെ വന്നു, ചൈനക്കാർ ഇവിടെ വന്നു. ദാ തൊട്ടപ്പുറത്ത് കാണുന്ന കടലിന്റെ പേരെന്താ? തൊട്ടപ്പുറത്ത് 500 മീറ്റർ അപ്പുറം കടലല്ലേ, അറബിക്കടലല്ലേ? ആ കടലിന്റെ പേരെന്താണ്? അറബിക്കടൽ. എന്ത് ആ കടലിന് അങ്ങനെ പേര് വരാനുള്ള കാരണം? ആ കടലിനപ്പുറമാണ് അറബ് നാട്. ആ കടലിലൂടെയാണ് അറബികൾ നമ്മുടെ നാട്ടിലേക്ക് കച്ചവടത്തിന് വന്നിട്ടുള്ളത്. അവരെങ്ങനെയാ വരുന്നത്? പായ്ക്കപ്പലിൽ. അവരെപ്പോഴാ വരുന്നത്? സെപ്റ്റംബറിന്റെ ആദ്യ വാരത്തിൽ. അവരെപ്പോഴാ തിരിച്ചു പോകുന്നത്? മെയ് മാസത്തിന്റെ അവസാനത്തിൽ. എന്തേ അറബികൾ അങ്ങനെ വരാൻ? സെപ്റ്റംബറിന്റെ ആദ്യ വാരത്തിൽ അറബിക്കടലിന്റെ കാറ്റ് പടിഞ്ഞാറ്റ് നിന്ന് കിഴക്കോട്ടാണ്. പായ്ക്കപ്പൽ നിവൃത്തിയാൽ കേരളത്തിലെത്തും. മെയ് മാസത്തിന്റെ അവസാനത്തിൽ കാറ്റ് അങ്ങോട്ടാണ്. പായ്ക്കപ്പൽ നിവൃത്തിയാൽ അവരങ്ങോട്ടെത്തും. അറബികൾ എന്താ കൊണ്ടുവരുന്നത്? കാരക്ക. ഇന്നത്തെ പൊന്നു കയറ്റിയ കാരക്ക അല്ലട്ടോ. അത് കേട്ട് എന്റെ നാട്ടിലൊക്കെ കുറെ ലീഗാര് കാരക്കൊക്കെ വാങ്ങി തിന്നു നോക്കിയിട്ടുണ്ട്, ഉള്ളില് പൊന്നുണ്ടെന്ന് കേട്ട്. യഥാർത്ഥ കാരക്ക. പിന്നെന്താ അവരെ കൊണ്ടുവരുന്നത്? സുഗന്ധദ്രവ്യങ്ങൾ. അവരെന്താ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുവന്ന്? ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, കുരുമുളകുണ്ട്, വീട്ടിയുണ്ട്, തേക്കുണ്ട്. ഇല്ലേ? ചില അറബികൾക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. എന്താ കാരണം? കാലാവസ്ഥാ വ്യതിയാനം. ചിലപ്പോ മെയ് മാസത്തില് അറബിക്കടലിന്റെ കാറ്റ് വിപരീത ദിശയിലായിരിക്കും. പായ്ക്കപ്പലിന് കാറ്റ് പിടിക്കില്ല, അവർക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അറബികൾ ഇവിടെ തന്നെ താമസിക്കാൻ തുടങ്ങി. കോഴിക്കോട് കച്ചവടത്തിന് വന്ന അറബികൾ കോഴിക്കോട് കടപ്പുറത്ത് തന്നെ താമസിക്കാൻ തുടങ്ങി. അവർക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട് അവരുടെ നാട്ടില്. അങ്ങോട്ട് പോകാൻ കഴിയാതെ അവരിൽ നിന്ന് അകന്ന് കോഴിക്കോട് കടപ്പുറത്ത് അവർ താമസിച്ചപ്പോ സ്വാഭാവികമായി അവർക്ക് ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ ഉണ്ടായി. അത് തിരിച്ചറിയാൻ കഴിയുന്ന മഹാമനസ്സുള്ള മനുഷ്യനായിരുന്നു കോഴിക്കോട് സാമൂതിരി രാജാവ്. അദ്ദേഹം എന്ത് ചെയ്തു? കോഴിക്കോട്ടെ കടപ്പുറത്തെ ഹിന്ദു സ്ത്രീകളെ ഈ അറബികൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അന്ന് മുസ്ലിം ലീഗിന്റെ അബ്ദുറഹിമാൻ കല്ലായി എന്ന തമ്മാടി ജീവിച്ചിരിക്കാത്തത് കൊണ്ട് അതിന് വ്യഭിചാരം എന്ന പേര് വിളിച്ചില്ല. അന്ന് RSSകാര് നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ട് അതിന് ലവ് ജിഹാദ് എന്ന പേരും വിളിച്ചില്ല. ആ അറബികൾക്ക് മക്കളുണ്ടായി. നിങ്ങൾ അത്ഭുതപ്പെടണ്ട, നമ്മളെ മാതിരി തന്നെ. 2 കണ്ണ്, 2 കൈ, 2 കാല്, 1 മൂക്ക്, 1 വായ, അങ്ങനെ ഉണ്ടാവും. അതല്ലേ ഗുരുദേവൻ പറഞ്ഞത്? ശ്രീനാരായണ ഗുരു. 1 ജാതി, 1 മതം, 1 ദൈവം മനുഷ്യന്. മനുഷ്യൻ 1 ജാതിയാണ്,
ആന മറ്റൊരു ജാതിയാണ്. അരിക്കൊമ്പനും പിടിയാനയും തമ്മിൽ ഇണ ചേർന്നാൽ ആനക്കുട്ടി ഉണ്ടാവും. പട്ടിയും നായയും തമ്മിൽ ഇണ ചേർന്നാൽ പട്ടിക്കുട്ടി ഉണ്ടാവും. പശുവും മൂരിയും തമ്മിൽ ഇണ ചേർന്നാൽ പശുക്കുട്ടികൾ ഉണ്ടാവും. മനുഷ്യൻ തമ്മിൽ ഇണ ചേർന്നാൽ മനുഷ്യക്കുട്ടികൾ ഉണ്ടാവും. അവരുടെ പിന്മുറക്കാർ ഇന്നും ജീവിക്കുന്നു കോഴിക്കോട് കടപ്പുറത്ത്. ഇനി ആരാ നമ്മുടെ നാട്ടിൽ വന്ന അറബികൾ കൂടാതെ ചൈനക്കാർ വന്നു. ചൈനക്കാർ കൊണ്ടുവന്നൊരു സാധനം നമ്മുടെ വീട്ടിലില്ലേ, നമ്മൾ മീൻ പൊരിക്കുന്ന പപ്പടം കാച്ചുന്ന ഒരു പാത്രം. എന്താ സഖാവ് അതിന്റെ പേര്? ചീനച്ചട്ടി. ചീഞ്ചട്ടി എന്നല്ലേ ഇവിടെ പറയാ? അറിയാലോ എനിക്ക്. ചീഞ്ചട്ടി എന്ന് ഇവിടെ പറയാന്ന് എനിക്കറിയാം. സഖാവ് ഞാൻ വേറൊരു നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് ഒന്ന് നന്നാക്കി പറഞ്ഞതാ, ചീനച്ചട്ടി. അങ്ങനെ പറഞ്ഞ നന്നായി. അതുകൊണ്ട് ചട്ടിന്റെ മുമ്പിൽ ഒരു നാടിന്റെ പേര് കിട്ടി. എന്താ പേര്? ചീനച്ചട്ടി. ഞാനിത് എന്റെ നാട്ടിൽ പ്രസംഗിച്ചപ്പോ പിറ്റേന്ന് മുസ്ലിം ലീഗിന്റെ പൊതുയോഗത്തിലൊരു നേതാവ് പറഞ്ഞാൽ എന്താ അറിയോ, ഈ ചീനച്ചട്ടി പിന്നെ നമ്മുടെ അന്ന അലൂമിനിയം കമ്പനി ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ ഉണ്ടാക്കുന്ന അന്ന അലൂമിനിയം കമ്പനിയാ. അത് ചൈനക്കാർ കൊണ്ടുവന്നുകൊണ്ടാണ് അതിന്റെ പേര് വന്നത് ചീനച്ചട്ടി. അപ്പൊ മാങ്ങ ഉപ്പിലിടാറുണ്ടോ? മാങ്ങ ഉപ്പിലിടുന്ന ഭരണിന്റെ പേരെന്താ? ചീന ഭരണി. മാസ്ക് ഇട്ട് 1-2 ആളുകളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ആ മാസ്കിന്റെ രൂപത്തിലുള്ള ഒരു വലയുണ്ട് കൊച്ചി കായലിൽ. രാവിലെ ഇറക്കും, വൈകുന്നേരം പൊക്കും, നല്ല മീൻ കിട്ടും. എന്താ അതിന്റെ പേര്? ചീനവല. ഇല്ലേ? നിങ്ങൾ നോക്ക്, ചൈനക്കാർ വന്നു നമ്മുടെ നാട്ടില്. അവരും അതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിലെ പഴയ നായർ സ്ത്രീകൾ മുടി കെട്ടുന്നത് ശ്രദ്ധിച്ചിട്ട് ഞങ്ങള് ഇങ്ങനെ ചുരുട്ടിക്കെട്ടിട്ട് മുകളിലേക്ക് ഒരു കൊമ്പ് വാരി ഉണ്ടാവും. നിങ്ങൾ ചൈനയിൽ പോയി നോക്ക്. നമ്മുടെ പഴയ സഖാക്കളൊക്കെ പ്രസംഗിക്കും പറയും, നിങ്ങൾ ചൈനയിലേക്ക് നോക്കൂ, റഷ്യയിലേക്ക് നോക്കൂ. നമുക്ക് പോകാൻ പറ്റുമോ? ഇന്നങ്ങനെയല്ല. താനൂരിന്നും പരപ്പനങ്ങാടി നോക്കേ ഇലക്ട്രോണിക് സാധനങ്ങൾ എടുക്കാൻ, റെഡിമെയ്ഡുകൾ എടുക്കാൻ ചൈനയിലേക്ക് പോകുന്നവരുണ്ട്. നിങ്ങൾ അവരോട് അന്വേഷിക്ക്. ചൈനയിലെ സ്ത്രീകളൊക്കെ ഇങ്ങനെ മുടി ചുരുട്ടിക്കെട്ടിണ്ടാവും. നമ്മുടെ നാട്ടില് പഴയ കാലത്ത് പഠിപ്പുരകൾ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് പോയി. ഇപ്പൊ ഗൾഫുകാരെ വന്നപ്പോ വീണ്ടും പഠിപ്പുരകൾ തുടങ്ങി. നിങ്ങൾ ചൈനയിൽ പോയി നോക്കി, എല്ലാ വീടുകൾക്കും പഠിപ്പുര ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, സാംസ്കാരിക വിനിമയങ്ങൾ നടന്നു. ചൈനക്കാരുമായി അറബികളുമായി കച്ചവടം നടന്നു, വൈവാഹിക ബന്ധങ്ങൾ നടന്നു. ഈ നാടിനെ കുറിച്ച് പോർട്ടുഗീസുകാർ കേട്ടറിഞ്ഞത് അവരിൽ നിന്ന വിലപ്പെട്ട സാധനം. ചരിത്രം പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ കോളേജിൽ നിങ്ങൾ അവരോട് അന്വേഷിക്കുക. യൂറോപ്പിലെ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുമ്പോ നാട്ടുമധ്യസ്ഥം പറഞ്ഞ് തീർത്തത് എങ്ങനെ അറിയോ? 2 കപ്പൽ കുരുമുളക് കൊടുക്കാൻ പറയണ്ട, അത്രയും വിലപിടിപ്പുള്ള സാധനം അത് ഈ കേരളത്തിലുണ്ട്. അങ്ങനെയാണ് പോർട്ടുഗീസുകാരും ബ്രിട്ടീഷുകാരും വന്നത്. എന്റെ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് പോർട്ടുഗീസുകാരനായ വാസ്കോഡ ഗാമ വന്നിറങ്ങിയത്. അയാൾ വന്നത് ഒരു വൈകുന്നേരം. വന്ന ദിവസം തന്നെ ഒരു കുരുത്തക്കേടുണ്ടായിന്ന് പഴമക്കാർ പറയുന്നേക്ക്. അപ്പൊ നമ്മുടെ വീട്ടിൽ വൈകുന്നേരം ഒരു അതിഥി വന്നു. ചായക്ക് കടിയൊന്നും കൊടുക്കാനില്ല. നമ്മൾ എന്ത് ചെയ്യും? ചെക്കനെ ബേക്കറിയിലേക്ക് ഓടിക്കും. അന്ന് ബേക്കറി ഇല്ല. സാമൂതിരി രാജാവ് എന്ത് ചെയ്തു? വാസ്കോഡ ഗാമയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് മൈസൂർ പഴം, പൂവമ്പഴം, പിന്നെ നേന്ത്രപ്പഴം, ചക്കച്ചൊള ഒക്കെ എടുത്തു വെച്ചു. വാസ്കോഡ ഗാമ അങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ്. ആൾക്കത് എങ്ങനെ കഴിക്കേണ്ടിയെന്ന് പറഞ്ഞോണ്ട് സാമൂതിരി രാജാവ് ഒരു മൈസൂർ പഴം എടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇങ്ങനെയാ കഴിക്കേണ്ടിയെന്ന്. കഷ്ടകാലത്തിന് വാസ്കോഡ ഗാമ എടുത്ത് ചക്കച്ചൊളയാ. ബാക്കി നിങ്ങൾ ആലോചിച്ചാൽ മതി. സാന്ദർഭികമായി ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ പോർട്ടുഗീസുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു. അവരിവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി, പിന്നെ കുരുമുളകും ഇഞ്ചിയും എല്ലാം. പക്ഷെ അവർക്ക് തോന്നി, ഇവിടെ കച്ചവടം ചെയ്യണമെങ്കിൽ ഇവിടെ പൈസ കൊടുക്കണം. പക്ഷേ ഈ നാട് എന്നെ സ്വന്തമാക്കിയാലോ? കച്ചവടം ചെയ്യേണ്ട, എല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോവാ. എന്തുണ്ട് മാർഗം? അന്ന് പരശുരാമൻ മഴ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. കേരളമില്ല, തിരുവിതാംകൂർ വരെ, തിരുകൊച്ചി വരെ, മലബാർ വരെ, കണ്ണൂർ വരെ, വയനാട് വരെ വ്യത്യസ്ത രാജാക്കന്മാര്. അനങ്ങിയാൽ യുദ്ധം ചെയ്യും, തുമ്മിയാൽ യുദ്ധം ചെയ്യും. ബ്രിട്ടീഷുകാരും പോർട്ടുഗീസുകാരും എന്ത് ചെയ്തു? ആയുധ കച്ചവടം തുടങ്ങി. അന്നേണ്ട ഈ ഏർപ്പാട്. പലസ്തീനിൽ യുദ്ധം അവസാനിക്കില്ല, ഉക്രൈനിൽ യുദ്ധം അവസാനിക്കില്ല. എന്താ കാരണം? അമേരിക്കയുടെ ആഭ്യന്തര വരുമാനത്തിന്റെ 32% ആയുധ കച്ചവടമാണ്. ലോകത്ത് യുദ്ധങ്ങൾ അവസാനിച്ചാൽ അമേരിക്കക്ക് നിലനിൽപ്പില്ല. അന്നും ബ്രിട്ടീഷുകാരനും പോർട്ടുഗീസുകാരനും ആയുധ കച്ചവടം ഉണ്ട്. അവരെന്ത് ചെയ്തു? ആയുധ കച്ചവടം തുടങ്ങി. പിന്നെ അവർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തുടങ്ങി. വേലുത്തമ്പി ദളവയെ തോൽപ്പിച്ചു, മാർത്താണ്ഡവർമ്മയെ തോൽപ്പിച്ചു, കൊച്ചി രാജാവിനെ തോൽപ്പിച്ചു, കോഴിക്കോട് സാമൂതിരിയെ തോൽപ്പിച്ചു, വയനാട് മലമടക്കിലേക്ക് കയറി പയശിയെ തോൽപ്പിച്ചു, മൈസൂരിലേക്ക് കയറി ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചു, ഹൈദർ അലിയെ തോൽപ്പിച്ചു, തെക്കൻ പീഠഭൂമിയിലേക്ക് കയറി ഛത്രപതി ശിവജിയെ തോൽപ്പിച്ചു, ഝാൻസി റാണിയെ തോൽപ്പിച്ചു, മുഗളന്മാരെ തോൽപ്പിച്ചു. ഇന്ത്യ പൂർണ്ണമായി ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. നമ്മൾ അവരുടെ അടിമകളായി. ഒരുപാട് യുദ്ധങ്ങൾ നമ്മൾ ചെയ്തു. എല്ലാ യുദ്ധങ്ങളും നമ്മൾ തോറ്റു. പക്ഷേ ഒരു യുദ്ധം നമ്മൾ ജയിച്ചു. ഏതാണ് ആ യുദ്ധം? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന സിപായി ലേള എന്ന് വിളിക്കപ്പെടുന്ന ഒരു സമരം. ആരൊക്കെ ആ സമരത്തിൽ പങ്കെടുത്തത്? താന്തിയ തോപ്പി, റാണി ചന്ദ്രബായി,
അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരായ ശിപായിമാർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ജയിച്ചപ്പോ ഡൽഹി ഇന്ത്യക്കാരുടെ കൈകളിലായപ്പോ ഇന്ത്യക്കാരെന്ത് ചെയ്തു? അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ഡൽഹിയുടെ ഭരണാധികാരം ഏൽപ്പിച്ചു. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഇവിടെ ഇന്ത്യക്കാരൻ ഒരുമിച്ച് നിന്നാൽ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും എന്ന വേർതിരിവില്ലാതെ ഇന്ത്യക്കാർ ഒരുമിച്ച് നിന്നാൽ നമ്മൾ പരാജയപ്പെടും. ആരായി നമ്മൾ? ബ്രിട്ടീഷുകാർ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ ഉടമകൾ. അപ്പൊ അവരിങ്ങനെ ആലോചിച്ചു, ഇന്ത്യക്കാരനെ തോൽപ്പിക്കാൻ എന്തുണ്ട് മാർഗം? എന്തായുധം പ്രയോഗിക്കണം? സർവായുധ വിഭൂഷിതരാണ് അവർ. അപ്പോഴാണ് അവരുടെ മനസ്സിലേക്ക് ഒരാശയം കടന്നു വന്നത്. നയാ പൈസയുടെ മുടക്കില്ല. വൈക്കോൽ കൂനയിലേക്ക് തീപ്പെട്ടിക്കൊള്ളി ഒരുതിയിടുന്നത് പോലെ ഒരുതിയിട്ട് കൊടുത്താൽ മതി. ഇന്ത്യക്കാരനെ വിഭജിക്കുക, ഡിവൈഡ്, കൺട്രോൾ, വിഭജിച്ച് ഭരിക്കുക. ആ തത്വശാസ്ത്രം ഉപയോഗിച്ച് ഇന്ത്യയെ ബ്രിട്ടീഷുകാരൻ വിഭജിച്ച് ഭരിച്ചു നൂറ്റാണ്ടുകൾ. വിശദീകരണത്തിൽ കിടക്കുന്നില്ല, ചുരുക്കുക. 1947 ആഗസ്റ്റ് മാസം 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനിടയിൽ നടന്ന പല സമരങ്ങളുണ്ട്. ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ലോകം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത അഹിംസാ സമരം, നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള സായുധ സമരം, ഭഗത് സിംഗിനെ പോലെയുള്ള പോരാടി മരിച്ചവരുടെ പോരാട്ടം ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. പക്ഷെ ഒറ്റ സമരം സാന്ദർഭികമായി പറയാൻ, ഏറ്റവും പ്രധാനപ്പെട്ട സമരത്തിന്റെ പേര് ഉപ്പു സത്യാഗ്രഹം എന്നാണ്. കടപ്പുറത്തിന്റെ തീരത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാവും ഉപ്പു സത്യാഗ്രഹം എന്തിനായിരുന്ന സമരം. ഇന്ത്യക്ക് ചുറ്റും 3 കടലുകൾ, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യയുടെ തീരങ്ങളെ തഴുകി തലോടി കടലിന്റെ തിരമാലകൾ തിരിച്ചു പോകുമ്പോ ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് ആറ്റിക്കുറുക്കി ഉപ്പാക്കാൻ ഇന്ത്യക്കാരന് അവകാശമില്ല. പക്ഷെ ഉപ്പിന് നികുതി കൊടുക്കണം. ഗാന്ധി ഉപ്പിനെ ആയുധമാക്കി. കോഴിക്കോട് കടപ്പുറത്ത് കേട്ടില്ല നിങ്ങൾ? ഉപ്പ് സത്യാഗ്രഹം. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് കടപ്പുറത്തേക്ക് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയപ്പോ ഒരു ചെറുപ്പക്കാരനാണ് ഇന്ത്യയുടെ ദേശീയ പതാക പിടിച്ചത്. പോലീസ് ആ ചെറുപ്പക്കാരനെ അടിച്ചു വീഴ്ത്തി. നിലത്ത് വീണപ്പോഴും തന്റെ കയ്യിലെ ദേശീയ പതാക ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച ആ ചെറുപ്പക്കാരന്റെ കഴുത്തിൽ ലാത്തി വെച്ച് പോലീസ് തിരിച്ചപ്പോഴും ചോര ചീറ്റിയപ്പോഴും അത് വിട്ടുകൊടുക്കാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന മനുഷ്യന്റെ പേര് സഖാബ് കൃഷ്ണപിള്ളതാ. കോഴിക്കോട് കടപ്പുറം ഇന്നും കൃഷ്ണപിള്ളയുടെയും അബ്ദുറഹിമാൻ സാഹിബിന്റെയും സമര ചരിത്രം ഓർക്കും. ഗാന്ധി ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് 172 കിലോമീറ്റർ ദൂരമുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് ജാഥ നടത്തി. കാൽനട. അപ്പൊ ഈ അങ്ങാടിയിൽ ജാഥ നടത്തുകയാണെങ്കിൽ ഇവിടുത്തെ സഖാക്കളെ വിളിക്കും സാധാരണ മുദ്രാവാക്യം. എന്നാൽ നിങ്ങളുടെ ജാഥ പോകുന്നത് മലപ്പുറത്തേക്കാണെങ്കിൽ, കിലോമീറ്റർ ദൂരമുള്ള വലിയ ജാഥയാണെങ്കിൽ പാട്ടുപാടും, മനുഷ്യനാകണം, വിപ്ലവ ഗാനങ്ങൾ പാടും. ദണ്ഡി കടപ്പുറത്തേക്ക് സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോ ഗാന്ധി ഒരു പാട്ടുപാടി. ലോകം കണ്ട ഏറ്റവും വലിയ രാമഭക്തനായ ഗാന്ധി, രാമഭക്തനായ ലക്ഷ്മണാചാര്യ എഴുതിയ പാട്ടിന്റെ വരികൾ നിങ്ങൾക്കറിയാ. വരികള് നിങ്ങൾ പാടിയ വരികള് ഗാന്ധി പാടി. എന്താണ് ആ വരികള്? രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം. രാമനെയും സീതയും പുകഴ്ത്തിക്കൊണ്ട് ഗാന്ധി ആ പാട്ട് പാടിയപ്പോ പിറകിലുള്ള ഒരു മുസൽമാനും ഗാന്ധിയോട് പറഞ്ഞില്ല അങ്ങനെ പാടരുതെന്ന്. അവരത് ഏറ്റുപാടി. അതായിരുന്നു ഇന്ത്യ. എന്നാ 4-5 വരികൾ പിന്നിട്ടപ്പോ ലക്ഷ്മണാചാര്യ എഴുതാത്ത വരികൾ അതേ ഈണത്തിൽ ഗാന്ധി പാടി. നിങ്ങൾക്കറിയാ വരികള്. എന്താണ് ആ വരി? ഈശ്വര അല്ലാ തേരേ നാം സബ്കോ സമ്മതി യേ ഭഗവാൻ. ഈശ്വരനും അല്ലയും എല്ലാം ഒന്നാണ് എന്ന് ഗാന്ധി പാടിയപ്പോ പിറകിലുള്ള ഒരു ഹിന്ദുവും ഗാന്ധിയോട് പറഞ്ഞില്ല അങ്ങനെ പാടരുതെന്ന്. അതായിരുന്നു ഇന്ത്യ. ഇല്ലേ? ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. ആ ഇന്ത്യ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വിഭജിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ തത്വശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് RSSകാരനും BJP കാരനും ഇന്ത്യ രാജ്യത്തെ വിഭജിച്ചുകൊണ്ട് ഭരിക്കുകയാണ്. ഇന്ത്യയിലെ പട്ടിണി പാവങ്ങൾ വിശക്കുന്നു എന്ന് നിലവിളിച്ചാൽ അവര് രാമക്ഷേത്രം ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം വേണമെന്ന് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ അവർ ഗ്യാൻവാപ്പി മസ്ജിദ് നമ്മൾ പൊളിക്കാൻ പോവുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഇന്ത്യക്കാരനെ ജാതി കൊണ്ട് മതം കൊണ്ട് അവർ വിഭജിക്കുമ്പോ അതിൽ നിന്ന് വേറിട്ട്, ഇന്ത്യയിൽ നിന്ന് വേറിട്ട ഒരു പ്രത്യേക രൂപത്തിൽ ഈ നാടിന് പ്രചോദനമായി വളരുന്ന നാടിന്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളം എന്ന നാടാണ്. ഇല്ലേ?
ദാരിദ്ര്യത്തിന്റെ ഇന്ത്യയിലെ കണക്കുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചു. നവകേരള സദസ്സിൽ സഖാവ് പിണറായി പറഞ്ഞല്ലോ കേരളത്തിന്റെ കണക്ക്. കേരളത്തിലെ പട്ടിണിക്കാരുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ പട്ടിണിക്കാരുടെ എണ്ണം 60,064 ഇല്ലേ? 3 മാസം കൊണ്ട് അത് പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് നവകേരള സദസ്സിൽ സഖാവ് പിണറായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം വിശദീകരണത്തിലേക്ക് ഞാൻ പിന്നെ കടന്നു വരാം. ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, എല്ലാ രംഗത്തും ഇന്ത്യ രാജ്യത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന നാടിന്റെ പേരാണ് കേരളം. എന്തേ കേരളത്തിന് ഇങ്ങനെ സാധിക്കുന്നു? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് സഖാബ് പിണറായി വിജയൻ എന്നാണ്. ഞാനിപ്പോ പിണറായി വിജയൻ എന്ന് പറയുമ്പോ നിങ്ങൾ ആവേശത്തോടുകൂടി കൈയടിക്കുന്നു. കാരണം നമ്മുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ആ മുഖ്യമന്ത്രി ഇപ്പോഴും സജീവമായി നിൽക്കുന്നത് ഈ നാടിന് നൽകിയിട്ടുള്ള നേട്ടങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് പിണറായി എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുമ്പോ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ സഖാവ് പിണറായിയുടെ മുഖത്ത് നോക്കി വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. എന്താണ് ആ പേര്? ചെത്തുകാരൻ കോരന്റെ മകൻ വിജയൻ. അതേടോ, ഞങ്ങളുടെ മുഖ്യമന്ത്രി ചെത്തുകാരന്റെ മകനാ, ഞങ്ങൾക്ക് അഭിമാന. തൊഴിലാളിയുടെ മകനാ. എന്താ കുഴപ്പം? ചെത്തിനെന്താ നിങ്ങൾ കുഴപ്പം കണ്ടേ? മുസ്ലിം ലീഗിന് ചെത്ത് കുഴപ്പം തോന്നുന്നുണ്ടോ? എന്നാ ഒരു ചോദ്യം. ഈ അടുത്ത കാലത്ത് നിങ്ങൾ കേട്ടോ, ലഹരിയില്ലാത്ത തെങ്ങിൽ നിന്നും പനയിൽ നിന്നും ചെത്തിയെടുക്കുന്ന മൂക്കാത്ത കള്ള്, ആ കള്ളില് വിറ്റാമിൻ ഉണ്ട് എന്ന് പറഞ്ഞുപോയി ആര്? LDF-ന്റെ ചെയർമാൻ EP ജയരാജൻ. EP ജയരാജനെ ലീഗുകാർ വിളിക്കുന്ന പേരെന്താണ്? വിറ്റാമിൻ ജയരാജൻ. എന്നാ പ്രിയപ്പെട്ട ലീഗ്, നിങ്ങളെ മറന്നോ? UDF-ന്റെ ഭരണകാലത്ത് തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന മൂക്കാത്ത കള്ള് കുപ്പിയിലാക്കി വെക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഇതിന്റെ പേര് നീര. പേരൊക്കെ കാണാപ്പാടാ. നീര ഇല്ലേ? എന്നാ നിങ്ങൾക്കറിയോ, ഇത് മലപ്പുറം ജില്ല, ഞാൻ കോഴിക്കോട് ജില്ല എന്നാ വരുന്നത്. എന്റെ ഗ്രാമത്തിന്റെ ഒരു അതിര് ചാലിയാർ പുഴയാണ്. ചാലിയാർ പുഴയുടെ ഇക്കരെ നിങ്ങളുടെ മലപ്പുറം ജില്ലയിലെ പഞ്ചായത്തിന്റെ പേര് വായക്കാട് എന്ന. വായക്കാടിന്റെ ഇങ്ങേ അറ്റത്തുള്ള എന്റെ ഗ്രാമവുമായി പുഴയുടെ അകൽച്ച മാത്രമുള്ള നാടിന്റെ പേര് മപ്പറം എന്നാണ്. ഈ നീര ചത്താൻ വേണ്ടി ചെറുപ്പക്കാർക്ക് ട്രെയിനിങ് കൊടുത്തത് ആ ഗ്രാമത്തിൽ നിന്നാണ്. ചെറുപ്പക്കാർ നീര ചത്താൻ വേണ്ടി കയറി ഇറങ്ങിയപ്പോ അവരുടെ പേര് ചെത്തുകാരനല്ല. എന്താ അവരെ ലീഗും UDF-ഉം വിളിച്ച പേരെന്നറിയോ? നീര ടെക്നീഷ്യൻസ്. പേര് ഇംഗ്ലീഷിലാക്കി. ആ നീര ടെക്നീഷ്യൻസിന്റെ ആദ്യ ബാച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാന്ന് മുസ്ലിം ലീഗിന് അറിയോ? എന്നാ കേട്ടോ, അന്നത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാനത്തിന്റെ പ്രസിഡന്റുമായ ബഹുമാന്യനായ പാണക്കാട് സാദിഖ് അലി തങ്ങളാണ് നീര ടെക്നീഷ്യൻസിന്റെ ആദ്യ ബാച്ചിന് ഉദ്ഘാടനം നിർവഹിച്ച്. സഖാബെ ബേജാറാവണ്ട, നാസർ കൊളായി ബടായി പറഞ്ഞിട്ട് ഇവിടുന്ന് പോകൂല. അതിന്റെ ഉദ്ഘാടനത്തിന്റെ ചിത്രം ഇവിടെ തന്നിട്ടേ പോകൂ. ചെത്തുന്ന കത്തിയും മേടിന് എല്ലും കണ്ടും കൊടുത്തിട്ടാണ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച്. ഒരു വീഡിയോ കൂടി ഞാൻ തരും. അതിങ്ങനെ സിപ്പ് ചെയ്യുന്ന ആ വീഡിയോ കൂടി ഇവിടെ തന്നിട്ടേ നാസർ കൊളായി പോകൂ. ഒരു ബടായിയുമല്ല. ലീഗിന്റെ ആളുകൾക്ക് സംശയം ഉണ്ടെങ്കിൽ കാണിച്ചു തരാ. മനസ്സിലായ നിങ്ങൾക്ക്? എന്നിട്ട് പറയാണ് ചെത്തുകാരൻ കോരന്റെ മകൻ. അവിടെയാ പ്രശ്നം. കോരൻ അവരുടെ പ്രശ്നം. കോരൻ എന്ന പേരാണ് അവരുടെ പ്രശ്നം. എന്നാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ കോരന്റെ അച്ഛനുണ്ടല്ലോ, അതായത് പിണറായിയുടെ അച്ഛന്റെ അച്ഛൻ, കോരന്റെ അച്ഛന് ഒരുപാട് കുട്ടികൾ ജനിച്ചപ്പോ നല്ല നല്ല പേരുകൾ വിളിക്കാൻ കോരന്റെ അച്ഛന്റെ നാവിൻ തുമ്പത്തുണ്ടായിരുന്നു. പേര് വിളിക്കാൻ പറ്റൂല ഈ നാട്ടില്. ഇഷ്ടപ്പെട്ട പേര് വിളിക്കാൻ പറ്റൂല ഈ നാട്ടില്. എന്തിന്? താണജാതിക്കാരന് സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കാൻ പറ്റില്ല ഈ നാട്ടില്. ഇല്ലേ? നിങ്ങൾ കേട്ടില്ലേ? പഴയ കാലത്ത് ഈ നാട്ടിലെ മനുഷ്യനെ 4ആയി തിരിച്ചു. ആര്? RSS. ഏത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന RSS പറയുന്നത്? RSS-ന്റെ തത്വസംഹിതയിൽ ഇന്ത്യയിലെ ഹിന്ദുവിനെ 4ആയി തിരിച്ചു. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ബ്രാഹ്മണൻ ദൈവപുത്രൻ, ശൂദ്രൻ അവൻ അടിമപ്പണി ചെയ്യാൻ വിധിക്കപ്പെട്ടവൻ, അവനെക്കാളും താണവര്, പറയര്, പുലിയര്. അങ്ങനെയൊന്നും ഇപ്പൊ പറയാൻ പാടില്ല. ആ താണജാതിക്കാരന് കല്യാണം കഴിക്കണമെങ്കിൽ ഈ തമ്പ്രാന്റെ അടുത്തേക്ക് പോകണം, ആയിത്ത ദൂരത്ത് നിൽക്കണം, വാപൊത്തി മുരടനക്കണം. തമ്പ്രാൻ ചോദിക്കും, എന്തോടോ പോന്ന്? ഏന് കല്യാണപ്രായം അയക്കുന്ന തമ്പ്ര എവിടുന്നാടോ? ഇന്ന ദേശത്തു നിന്നാണ്. എന്നാണോ? തമ്പ്രാൻ ഒരു നാള് കുറിച്ചു തരണം. തമ്പ്രാൻ ഇങ്ങനെ ഹരിക്കാണ്, തമ്പ്രാൻ ഇങ്ങനെ ഗുണിക്കാണ്. എന്ത് ഹരണം, എന്ത് ഗുണനം? തമ്പ്രാന് തോന്നിയൊരു നാളങ്ങ് പറഞ്ഞു കൊടുക്കും. ആ നാള് കേട്ട് അവൻ ഇങ്ങനെ തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോ തമ്പ്രാൻ പറയും, അവിടെ നിൽക്കുക. എന്നിട്ടൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? ആചാരക്കോർമ്മണ്ടല്ലേ? ആചാരക്കോർമ്മണ്ടല്ലേ? എന്താ ആചാരം എന്നറിയ നിങ്ങൾക്ക്? ഇവൻ കല്യാണം കഴിച്ചാൽ
ഈ താണജാതിക്കാരനായ ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചാൽ അവന്റെ ഭാര്യ ആദ്യ രാത്രി കിടന്നുറങ്ങേണ്ടത് തന്റെ പ്രിയപ്പെട്ട മാരന്റെ മാറിൽ തല ചായ്ച്ചല്ല, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഈ തമ്പുരാന് കാഴ്ചവെക്കണം. വിശ്വസിക്കോ നിങ്ങൾ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ തമ്പുരാന്റെ മുറിയിലാക്കി അവനിങ്ങനെ തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോ, വിശന്നു വരഞ്ഞ ചെന്നായെ പോലെ തമ്പ്രാൻ അവളെ കടിച്ചു കീറുമ്പോ, ഒരാട്ടിൻകുട്ടിയെ പോലെ അവൾ ആർത്തു നിലവിളിക്കുമ്പോ, തന്റെ 2 ചൂണ്ടാണി വിരലുകളും ചെവിയിലേക്ക് തിരികെ കയറ്റി മണ്ണിൽ കമയന്ന് കിടന്ന് മണ്ണ് കടിച്ച തലമുറ ജീവിച്ച നാടിന്റെ പേരാണ് കേരളം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി ഞാൻ. ആ നാടിന്റെ പേര് കേട്ട് ഞെട്ടി തരിച്ചവനാ ഞാൻ. ആ നാടിന്റെ പേരെന്താ അറിയാം നിങ്ങൾക്ക്? മുലച്ചിപ്പറമ്പ്. എങ്ങനെയാ പേരുണ്ടായെന്ന് അറിയാം നിങ്ങൾക്ക്? ഈ നാട്ടിലെ താണജാതിക്കാര് പെണ്ണുങ്ങൾ പഴയ കാലത്ത് പ്രസവിച്ചാൽ സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടാൻ പറ്റൂല. പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടണമെങ്കിൽ ഈ ചെമ്മി തമ്പുരാക്കന്മാർക്ക് മുല നികുതി കൊടുക്കണം. വിശ്വസിക്കോ നിങ്ങള്? ആ ഗ്രാമത്തിലെ നങ്ങേലി പെണ്ണ് എന്ന് പറയുന്ന താഴ്ന്ന ജാതിക്കാരി എന്ന് വിളിച്ചാക്ഷേപിച്ച പെണ്ണ് പ്രസവിച്ചപ്പോ തമ്പുരാന്റെ കിങ്കരന്മാര് വന്നു. എന്തിനാ വന്നത്? മുല നികുതി പിരിപ്പിക്കാൻ. പാവം നങ്ങേലി പെണ്ണിന്റെ കയ്യിൽ എന്തുണ്ട് കൊടുക്കാൻ? അവളുടെ കയ്യിൽ ഒറ്റ സാധനങ്ങളുടെ അവളുടെ പണിയായുധം എന്താണത്? അരിവാള്. അവള് തന്റെ അരിവാൾ എടുത്തുകൊണ്ട് വന്ന് തന്റെ 2 മുലയറിഞ്ഞിട്ട് ചേമ്പിലയിൽ വെച്ചു കൊടുത്തു തമ്പുരാന്റെ കിങ്കരന്മാരുടെ മുമ്പില്. ചോര വാർന്ന് പടന്നു വീണ് മരിച്ചു. ആ മണ്ണില് ആ പ്രദേശം അറിയപ്പെടുന്നത് മുലച്ചിപ്പറമ്പ് എന്നാ. ഇന്നും അറിയപ്പെടുന്നത് മുലച്ചിപ്പറമ്പ്. നിങ്ങൾ പോയി നോക്ക്. ആലപ്പുഴയിൽ നിന്ന് ചേർത്തല വഴിക്ക് പോകുമ്പോ ഈ മുലച്ചിപ്പറമ്പിലേക്ക് പോകുന്ന ജംഗ്ഷന്റെ പേര് 5 കൊല്ലം മുമ്പ് വരെ മലയാള മനോരമ ജംഗ്ഷൻ എന്നായിരുന്നുവെങ്കിൽ സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ ആ ജംഗ്ഷന്റെ പേര് നങ്ങേലി ജംഗ്ഷൻ, നങ്ങേലി ജംഗ്ഷൻ എന്നാണ്. കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ അടയാളപ്പെടുത്തി കൊണ്ടുപോവുക. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഇല്ലേ? ജാതിയും മതവും പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് ഈ നാട്ടില് മതത്തിന്റെ പേരിൽ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തി. ഇല്ലേ? നിങ്ങൾ നോക്ക പ്രിയപ്പെട്ടവരെ, ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം കത്തയച്ചു. ആര്? ഇതിന്റെ സംഘാടകര്, ക്ഷേത്രത്തിന്റെ സംഘാടകര്. ആർക്കാ കത്തയച്ചിട്ടുള്ളത്? CPIM നേതാവ് സീതാറാം യെച്ചൂരിക്ക് കത്തയച്ചു. എന്നെ കേൾക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാര് നന്നായി കേട്ടോ. ഒരു സെക്കൻഡിന്റെ പകുതി പോലും ആലോചിക്കേണ്ടി വന്നില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് സീതാറാം യെച്ചൂരി പറഞ്ഞു, ആ ഉദ്ഘാടനത്തിന് ഞങ്ങൾ വരുന്ന പ്രശ്നമില്ല. ഇല്ലേ? പക്ഷേ ഈ നാട്ടിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് കത്തയച്ചല്ലോ. എന്താ നിങ്ങൾ ആ കത്ത് ചെയ്തത്? എത്ര ദിവസം ആ കത്ത് വെച്ച് നിങ്ങൾ ഉരുണ്ട് കളിച്ചു? ചിലര് പറഞ്ഞു പോവണം, ചിലര് പറഞ്ഞു പോവണ്ട, ചിലര് പറഞ്ഞു പോണ്ടണം. ഇല്ലേ? എന്തായിരുന്നു നിങ്ങൾക്ക് അതിലുള്ള പ്രശ്നം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞത്? ഒരു ക്ഷേത്രത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിരല്ല, ഒരു വിശ്വാസത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിരല്ല. കൃത്യമായി മനസ്സിലാക്കുക. ഞങ്ങൾ ഇത് പറയുമ്പോ കെ മുരളീധരൻ ഇന്നലെപ്പോ വടകരന്ന് പോയിട്ടുണ്ട്. തൃശ്ശൂരേക്ക് സമയം കിട്ടണമെങ്കിൽ നമുക്ക് പറയാം. ഇല്ലേ? വടകരയിൽ നിന്ന് തൃശ്ശൂരേക്ക് പോയ മുരളീധരൻ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ക്ഷേത്ര? കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് ക്ഷേത്ര? ക്ഷേത്രം ഉദ്ഘാടനത്തിന് ഞങ്ങൾ പോകില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാ. ജാതിയും മതവും ഇല്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുരളീധര, നിങ്ങൾക്കറിയോ നിങ്ങളുടെ വന്യനായ പിതാവ് ഇന്നലെപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവോ മുരളി? എന്താ പറഞ്ഞത്? പത്മജ വേണുഗോപാൽ തന്തക്കു പിറക്കാത്ത മകളാണ് എന്നാ പറഞ്ഞത്. മുരളീധരൻ പാവം, അയാൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. സ്വന്തം അച്ഛനെയും അമ്മനെയാ പറഞ്ഞത്. മനസ്സിലായി നിങ്ങൾക്ക്? അവരുടെ മകളാണല്ലോ. ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. തനിക്ക് അന്തസ്സുണ്ടെങ്കിൽ താൻ പറഞ്ഞത് രാഷ്ട്രീയ തമ്മാടിത്തമാണ്. എന്നാലും ചോദിക്കുന്നു, ഈ കരുണാകരന്റെ മകള് പത്മജ പോകുന്നതിന് മുമ്പ് കോൺഗ്രസിലേക്ക് പോയ പൊട്ടന്റെ പേരാണ് അനിൽ ആന്റണി. എന്നാൽ താനൊന്ന് പറ, തന്തക്ക് പിറക്കാത്തവന്റെ മകനാണ് അനിൽ ആന്റണി എന്ന് പറയാൻ ഈ രാഹുലിന് തന്റെ ഇടണ്ട. അങ്ങനെ പറഞ്ഞാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയത്തിനകത്ത് രാഹുൽ ഉണ്ടാകില്ല. എന്റെ വിഷയം അതല്ല. മുരളീധരൻ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താ അമ്പലാണ്, ക്ഷേത്രമാണ്? പ്രിയപ്പെട്ട മുരളീധര, അങ്ങയുടെ പ്രിയപ്പെട്ട പിതാവ് കെ കരുണാകരൻ ലോകം തലകുത്തി മറിഞ്ഞാലും, ഈ കേരളത്തിലെ നാട്ടിൽ കൊടുങ്കാറ്റുണ്ടായാലും പേമാരി ഉണ്ടായാലും എന്ത് തലകുത്തി മറിഞ്ഞാലും മുടങ്ങാതെ കരുണാകരൻ പോകുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു ക്ഷേത്ര നഗരി ഈ കേരളത്തിൽ. ആ ക്ഷേത്ര നഗരിയുടെ പേര് ഗുരുവായൂർ എന്നാണ്. ആ ഗുരുവായൂരിൽ അമ്പലമുണ്ട്. ഇല്ലേ? ഗുരുവായൂർ ക്ഷേത്രം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രതീക്ഷയുള്ള ആ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഇന്ന് സകല ഹിന്ദുവിനും പോകാം. ഇല്ലേ?
നിങ്ങൾ യേശുദാസിന്റെ പാട്ട് കേട്ടിട്ടില്ലേ? ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. അല്ലേ തന്നെ എനിക്ക് ശബ്ദമില്ല. ഞാൻ ഇനി ആ പാട്ട് കൂടി പാടിയാൽ കഴുതരാഗമാകും എന്നുള്ളതുകൊണ്ട് ഞാൻ അത് പാടുന്നില്ല. വയലാറി രചിച്ച് യൂസുഫ് അലി കച്ചേരി സംഗീതം പകർന്ന് യേശുദാസ് പാടിയ പാട്ട് ഇപ്പോഴത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഹിന്ദുവായ വയല, മുസ്ലിമായി യൂസുഫ് അലി കച്ചേരി, ക്രിസ്ത്യാനിയായി യേശുദാസ് പാട്ട് പാടി. എന്താണ്? ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. ക്രിസ്ത്യാനിക്ക് ഗുരുവായൂർ അമ്പല നടയിലേക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റൂല. എന്നാൽ ഒരു കാലത്ത് ഹിന്ദുവിന് ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ പറ്റൂല. ഈ ജാതി വ്യവസ്ഥ പ്രകാരം അവിടേക്ക് ചെന്ന താഴ്ന്ന ജാതിക്കാരെ തിരിച്ചോടിച്ചു. അവിടെ വലിയൊരു സമരം നടന്നു. മുരളീധരൻ അറിയോന്ന് അറിഞ്ഞൂടാ? പിന്നെ കോൺഗ്രസ് നേതാവ് ആയിരുന്ന കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ആ സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റന്റെ പേര് സഖാവ് AK ജിന. ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ അവിടെ ഒരു ഗേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഗേറ്റിന്റെ പേരെന്താ അറിയോ? AKG ഗേറ്റ്. കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയതല്ല. ഗുരുവായൂർ അമ്പല നടയിലേക്ക് താണ ജാതിക്കാർക്ക് പ്രവേശനമില്ലാതിരുന്ന സമയത്ത് കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റനായി സഖാവ് AKG. അന്ന് കൃഷ്ണപിള്ള ഗുരുവായൂർ അമ്പലത്തിന്റെ മണിയടിച്ചു. അന്നുകൊണ്ട് മുളപടിക്കാര് കൃഷ്ണപിള്ളയുടെ നടപ്പുറം അടിച്ച് കടപ്പുറമാക്കി. അന്നാണ് കൃഷ്ണപിള്ള പറഞ്ഞത്, ഉശിരുള്ള നായര് മണിയടിക്കും, ഇലനക്കി നായര് പുറമടിക്കും. അല്ലേ? AKG അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോ AKGയുടെ ഭാര്യയുടെ പേരെന്തായിരുന്നു സഖാവേ? സുശീല ഗോപാലൻ. എനിക്കറിയാഞ്ഞിട്ടല്ല ഞാൻ ചോദിച്ച. സുശീല ഗോപാലൻ AKGയുടെ രണ്ടാമത്തെ ഭാര്യയാണ്. ആദ്യ ഭാര്യ സ്വന്തം അമ്മാവന്റെ മകളായിരുന്നു AKGയുടെ ഭാര്യ. ഈ സമര സമയത്ത് ഉയർന്ന ജാതിക്കാരാണ് AKG. അമ്മോശൻ കാക്ക, അങ്ങനെയല്ലേ പറയാ ഭാര്യ പിതാവിനോട്? അമ്മോശൻ കാക്ക വന്നു AKGയോട് പറഞ്ഞു, എണീക്ക്, ഇത് നമ്മൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം വരാനുള്ള അമ്പലാണ്. ഇവിടെ കണ്ട ചെറുമനും പുലിയനും വരുന്നത് നമുക്ക് നാണക്കേടാണ്. അന്ന് AKG പറഞ്ഞൊരു മറുപടിയുണ്ട്, സകല മതസ്ഥരും സ്വർണ്ണ ലിപികളിൽ എഴുതി വീടിന്റെ ഉമ്മാരത്ത് തൂക്കി വെക്കണം. എന്താ AKG പറഞ്ഞത്? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ, എങ്ങനെ? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ സിട്ടാവിനെ കാണാൻ സകല സൃഷ്ടിക്കും തുല്യ അവകാശമാണ്. അമ്മ ചക്കൻ മനസ്സിലായി, ചക്കൻ ശരിയാവില്ല. നേരെ വീട്ടിൽ പോയി മകളെ കൈ പിടിച്ച് കൊണ്ടുവന്ന് മറ്റൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. സഖാവ് AKGക്ക് സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാനല്ല, ഈ നാട്ടിലെ ഹിന്ദു മത വിശ്വാസികൾക്ക് അമ്പലത്തിൽ പോകുന്നതിന് വേണ്ടിയുള്ള സമരത്തിനിടയിലാണ് AKGക്ക് സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഗുരുവായൂർ അമ്പല നടയിൽ AKGയുടെ പേരിൽ ഗേറ്റുള്ളത്. ആ AKGയുടെ പാർട്ടിയുടെ മുഖത്ത് നോക്കിയാണ് മുരളീധരൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് അമ്പലാണ് ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഞങ്ങൾ പോകാതിരിക്കാനുള്ള കാരണം? ബാബരി മസ്ജിദ് തകർത്തു, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പള്ളി തകർത്തു. ആ പള്ളി തകർത്തതിന്റെ മുകളിലാണ് അമ്പലം പണിതത്. അപ്പോ കോൺഗ്രസ് പറയുന്ന ന്യായം എന്താണ്? കോൺഗ്രസ് പറഞ്ഞ ന്യായം അതൊരു കോടതി വിധിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടോ, ഈ അടുത്ത കാലത്ത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ പാണക്കാട് തങ്ങൾ പറയാണ്, ആ രാമക്ഷേത്രം ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമാണ്. 1000 പള്ളികളുടെ ഹിമാമ പറഞ്ഞ്, 1000 പള്ളികളുടെ ഇമാം ബഹുമാന്യനായ പാണക്കാട് തങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട കോൺഗ്രസുകാരോട് പറയാനുള്ളത്, എന്ത് കോടതി വിധിയാ നിങ്ങൾ പറയുന്നത്? ഇപ്പോ സഖാവിന്റെ പേരെന്തായിരുന്നു? നൗഷാദ്. നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് നൗഷാദ്. ഞാനൊരു ദിവസം നൗഷാദിന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയാണ്. എന്നിട്ട് നൗഷാദിനോട് ഞാൻ പറയാണ്, എന്റെ വീടാണിത്, കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നുള്ള ഞാൻ ഇവിടെ വന്ന് നൗഷാദിനോട് പറയാണ്, എന്റെ വീടാണ്, നിങ്ങൾ ഇറങ്ങണം. നൗഷാദ് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. പ്രശ്നമായി, വിഷയമായി, കോടതിയിൽ പോയി. നൗഷാദിന് വളരെ കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവ് മുതൽ എത്രയോ കാലമായി താമസിക്കുന്ന ആ വീട് അദ്ദേഹത്തിൻ്റെതാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ നിന്ന് വരുന്ന നാസിർ കൊളായിക്ക് അതിലൊരു അവകാശവുമില്ല എന്ന് കോടതിക്ക് ബോധ്യമായി. കോടതി പറഞ്ഞു, നാസിർ കൊളായിക്ക് ആ വീട്ടിലൊരു അവകാശമില്ല, അത് നൗഷാദ് ബാപ്പ വല്യാപ്പമാര് മുതൽ കാലം താമസിക്കുന്ന വീടാണ്. പക്ഷേ എന്ത് ചെയ്യണം? നൗഷാദ് വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം, നാസിർ കൊളായി അവിടെ താമസിക്കണം. എന്നിട്ട് നൗഷാദിന് വേണമെങ്കിൽ ഒരു 10 സെന്റ് സ്ഥലം തരാ. അതല്ലേ സ്വരാജ് പറഞ്ഞത്? ഈ കെട്ടകാലത്ത്, ഈ ഭരണകൂടത്തിന്റെ കാലത്ത് ഈ വിധിക്കപ്പുറമുള്ള ഒരു വിധി നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. എന്നിട്ട് കോൺഗ്രസ് പറയാണ്, അവസാനം കോൺഗ്രസ് പറഞ്ഞ കാര്യം എന്താ? അതൊരു രാഷ്ട്രീയമായ ഉദ്ഘാടനമാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ടതല്ല, അതിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല, BJP രാഷ്ട്രീയമാക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കില്ല. വേറെ പ്രശ്നമൊന്നുമില്ല, പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് നിങ്ങളുടെ ഹിമാചൽ പ്രദേശിലെ മന്ത്രി പങ്കെടുത്തു.
ഹിമാചൽ പ്രദേശിൽ അന്ന് പൊതു അവധി കൊടുത്തു. കർണാടകയിൽ പൊതു അവധി കൊടുത്തു. കർണാടകയിലെ എല്ലാ അമ്പലങ്ങളിലും പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ നിലപാട് അതാണ്. ആ നിലപാട് എന്ന് പറഞ്ഞാൽ RSSന്റെ നിലപാടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ആ നിലപാടിന്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. പക്ഷെ സങ്കടകരമായ കാര്യം എന്താ അറിയൂ? ഈ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു, രാമക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമാണ്. എന്റെ പ്രിയപ്പെട്ട ലീഗുകാരാ, നിങ്ങൾ കേട്ടില്ലേ? നെഞ്ചൊത്ത് കൈവച്ചാലോചിച്ച് നോക്ക്. നിങ്ങൾ ഏത് പാർട്ടിയുടെ ഏത് നേതാവിന്റെ കൂടെയാ ഈ നാട്ടിൽ നിൽക്കുന്നത്? അത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമാണെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വം ആദ്യമായി തകർത്ത മനുഷ്യന്റെ പേര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. 1949 UP-യിൽ ഈ അമ്പലത്തിൽ ബാബരി മസ്ജിദിനകത്ത് സ്വയംഭൂവായി രാമവിഗ്രഹം ഉയർന്നു വന്നു എന്ന് UP-യുടെ പ്രധാനമന്ത്രിയായിരുന്ന, അന്ന് പ്രധാനമന്ത്രി എന്ന് പറയാ, മുഖ്യമന്ത്രിയല്ല, UP പ്രധാനമന്ത്രി GP പന്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് പറഞ്ഞപ്പോ നെഹ്റു പറഞ്ഞൊരു കാര്യമുണ്ട്, ആ വിഗ്രഹം എടുത്ത് സരയൂ നദിയിലേക്ക് വലിച്ചെറിയണം. അന്ന് അവസാനിക്കുമായിരുന്നു ഈ പ്രശ്നം. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറാവാത്ത ഒരു ജില്ലാ കലക്ടർ ഉണ്ടായി. അയാളുടെ പേര് KK നായർ എന്നാണ്. അയാൾ ആലപ്പുഴക്കാരനാണ്. അയാൾ മലയാളിയാണ്. കോൺഗ്രസിലുള്ള RSSന്റെ അന്നത്തെ സ്വാധീനം, അന്ന് മുതൽക്കുള്ള സ്വാധീനം നിങ്ങൾക്ക് മനസ്സിലായില്ലേ പ്രിയപ്പെട്ടവരെ? ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, ആ രാമക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും പിന്നീട് ചെയ്തു കൊടുത്ത ആരാണ്? കോൺഗ്രസ് അല്ലേ? ആ രാമക്ഷേത്രത്തിനകത്ത് ആരാധനക്ക് ഹിന്ദുക്കൾക്ക് വേണ്ടി RSSന് വേണ്ടി തുറന്നു കൊടുത്തത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഇല്ലേ? അതുപോലെ തന്നെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്താണ്. ഒരുപാട് ഭാഷകൾ അറിയാകുമായിരുന്ന, എന്നിട്ടും ഒരു ഭാഷയിൽ പോലും നോ പറയാത്ത നരസിംഹറാവു ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ്. ലീഗ് ഓർക്കുന്നു അന്നത്തെ ചന്ദ്രികയിൽ വന്ന വാർത്ത? നിങ്ങൾക്ക് അതിന്റെ കട്ടിങ് കാണിക്കണം. എന്താ നിങ്ങൾ പറഞ്ഞത്? തർക്കഭൂമിയിലല്ല ശിലാന്യാസം നടത്തിയത്, ഇല്ലേ? അതുപോലെ തന്നെ ബാബരി മസ്ജിദ് തകർക്കില്ലെന്ന് ഞങ്ങൾക്ക് നരസിംഹറാവു ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തോട് ലീഗ് നടന്നു പറഞ്ഞില്ലേ ബാബരി മസ്ജിദ് തകർക്കപ്പെടില്ല. പിന്നെ ലീഗ് ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്, കുറച്ചു കാലമായിട്ട്. എന്താ പറയുന്നത്? 1992 ഡിസംബർ മാസം 6-ാം തീയതി ബാബരി മസ്ജിദ് തകർന്നപ്പോ ഈ കേരളത്തിൽ ഒരു കുഴപ്പമില്ലാത്തത് പാണക്കാട് തങ്ങൾ പറഞ്ഞിട്ടാണ്. അത് നിങ്ങൾ പള്ളി പറഞ്ഞാ മതി. ഈ കേരളത്തിൽ മനുഷ്യർ കൊല്ലപ്പെട്ടില്ലേ? ഈ കേരളത്തിൽ 16 പേരോളം കൊല്ലപ്പെട്ടു. അതിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് മലപ്പുറം ജില്ലയിലാണ്. പിന്നെ കൊല്ലപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലാണ്. ലീഗിന് സ്വാധീനമുള്ള സ്ഥലമല്ലേ? ഇവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടില്ലേ? ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്നാ നിങ്ങൾ നോക്ക്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ടപ്പോ ലക്ഷക്കണക്കിന് മനുഷ്യരെ വർഗീയ കലാപത്തിൽ പരസ്പരം വെട്ടിക്കൊന്ന ബംഗാളിന്റെ മണ്ണിൽ ബാബരി മസ്ജിദ് തകർത്ത കാലത്ത് ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടോ? പറ. ത്രിപുരയിൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടോ? പറ. എന്നിട്ട് ലീഗ് പറയാണ് ഞങ്ങളുള്ളത് കൊണ്ട്, പാണക്കാട് തങ്ങളുള്ളത് കൊണ്ടാണ് കേരളത്തിൽ കലാപം നടക്കാതിരുന്നത്. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ നാടിന് സമാധാനപരമായി ജീവിക്കാൻ കഴിഞ്ഞത്. ഇവിടെ വർഗീയ കലാപങ്ങൾ ഇല്ലാതിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പരിധി മരിച്ചത് ഞങ്ങളായി നാട്ടില്. ഈ RSSുമായി ഈ BJPയുമായി എന്നും സഖ്യത്തിൽ നടന്നിട്ടില്ല രാഷ്ട്രീയ ചരിത്രം ആർക്കാണ്? ഇല്ലേ? ഇന്നിപ്പോ നിങ്ങൾ കണ്ട പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയി കേരളത്തിൽ വന്ന് സ്വീകരണം കൊടുത്തു, പത്രസമ്മേളനം നടത്തി. ഇപ്പൊ ഞാൻ വരുമ്പോ കിട്ടുന്ന വാർത്ത എന്താണ്? തൃശൂർ ജില്ലയിൽ കരുണാകരന്റെ ചിത്രം വെച്ചു തുടങ്ങി. ആര്? കോൺഗ്രസ് അല്ല, BJP തൃശൂർ ജില്ലയില് കരുണാകരന്റെ ചിത്രം എടുക്കുക. ഞാൻ പറയുന്ന അന്തവും കുന്തവും ഇല്ലാത്ത ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പോയതുപോലെയല്ല പത്മജയുടെ രാഷ്ട്രീയ പ്രവേശനം, BJPയിലേക്കുള്ള പ്രവേശനം. എന്താ കാരണം? കരുണാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞാനിയുടെ അടുക്കള രാഷ്ട്രീയത്തിന് മേൽനോട്ടം വഹിച്ചിരുന്നത് ഈ പത്മജ വേണുഗോപാലാണ്. പത്മജയാണ് നേതൃത്വം കൊടുത്തത്. അറിയാലോ നിങ്ങൾക്ക്, ഈ കേരളത്തിൽ കോലീബി സഖ്യം ഉണ്ടാക്കിയതിന് നേതൃത്വം കൊടുത്തത് കരുണാകരനാണ്. ബേപ്പൂരിലും വടകരയിലും കോലീബി സഖ്യത്തിന് നേതൃത്വം കൊടുത്തത് കരുണാകരനാണെന്ന് നമ്മളോട് പറയുന്ന ഡോക്ടർ മാധവൻകുട്ടിയാണ്. KG മാരാരാണ്? ആ കരുണാകരന്റെ മകളാ പോയിട്ടുള്ളത്, ഇല്ലേ? പക്ഷെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? നമുക്ക് ഇവിടെ ഒരു ഖനന തട്ടിപ്പിന്റെ പേരിൽ പല പേരുകൾ വന്നിരുന്നു. RC എന്നും OC എന്നും
അല്ലെ? പലരെയും നമുക്ക് പിടുത്തം കിട്ടി. അതിലൊരു PV ഉണ്ടായി. എന്താ പേര് പറഞ്ഞ്? പിണറായി വിജയനാണ്. മറ്റൊന്ന് പറഞ്ഞ എന്താ? PV അൻവറ. ഇന്ന് വളരെ കൃത്യമായി നമുക്ക് ഉത്തരം കിട്ടി. പത്മജ വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായി. 5 മിനിറ്റാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. എന്താ പത്മജ വേണുഗോപാൽ പറഞ്ഞത്? ED പടിവാതിൽക്കലെത്തി അന്വേഷണം തലക്ക് മുകളിൽ വരുമ്പോ ഒരു ഗുരുവായൂരപ്പനോടും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, BJPയിലേക്ക് പോകുക എന്ന് മാത്രമേ നമ്മുടെ മുമ്പിലുള്ള മാർഗമുള്ളൂ. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈ കാര്യം വായിച്ചോ? കോൺഗ്രസ്സുകാർ വായിച്ചോ? പത്മജ വേണുഗോപാല് ഫേസ്ബുക്കിലിട്ട് 5 മിനിറ്റ് മാത്രം ആയുസുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇന്ന് പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ചു പത്മജ വേണുഗോപാലിനോട്, ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ. പത്മജ നിഷേധിച്ചില്ല. പകരം പത്മജ പറഞ്ഞെന്താ അറിയോ? ഫേസ്ബുക്ക് പോസ്റ്റ് എന്റെ മൊബൈൽ എടുത്ത് ആരോ കളിച്ചിട്ടതാണ്, സ്വന്തം മൊബൈലിനാണ് വന്നത് എന്ന് പത്മജ അംഗീകരിച്ചു. ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട ലീഗ്, നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നുണ്ടല്ലോ, ആര് ഗ്യാരണ്ടി? നിങ്ങൾ ഈ കേരളത്തിൽ 2 സീറ്റിനപ്പുറമുള്ള സീറ്റുകൾക്ക് പ്രേമചന്ദ്രന് വോട്ട് ചോദിക്കുന്നു, അതുപോലെ തന്നെ ബാക്കിയുള്ളിടത്ത് കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചോദിക്കുന്നു. എന്ത് ഗ്യാരണ്ടി? ആരാണ് ഗ്യാരണ്ടി BJPയിലേക്ക് ഇവർ പോകില്ല എന്നുള്ളതിന്? ഈ കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റിന്റെ പേര് K. സുധാകരൻ എന്നാ. ആ K. സുധാകരൻ പറഞ്ഞ എന്താ? എനിക്ക് തോന്നിയാൽ I will go with BJP. അതിനപ്പുറം സുധാകരൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഞാൻ RSSന്റെ ആയുധ പരിശീലന ക്യാമ്പില് ഞാൻ കാവലിൽ നിന്നിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കുമെന്ന് കരുതിയിട്ടാണ് കാവലിൽ നിന്നിട്ടുള്ളത്. മറ്റൊന്നുകൂടി സുധാകരൻ പറഞ്ഞു, ഈ കേരളത്തിൽ RSSുമായി സംഘർഷം ഞങ്ങളുടെ പാർട്ടി ഉണ്ടാക്കിയിട്ടേ ഇല്ല. അത്ര കൃത്യമായി പറയുന്ന സുധാകരന്റെ പാർട്ടിയായ കോൺഗ്രസ്, ആ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് BJPക്ക് ബദലാകും എന്ന് എന്ത് ധൈര്യത്തിലാണ് ലീഗ് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, കർണാടകയിൽ യെദ്യൂരപ്പയുടെ BJPയുടെ ഭരണം, ആ ഭരണത്തിൽ ഗതികെട്ട ആ നാട്ടിലെ ജനങ്ങൾ എന്ത് ചെയ്തു? കോൺഗ്രസിന് വോട്ട് ചെയ്തു. കർണാടകക്കാരാ ഭരിച്ചത്? BJPയാണ്. ജയിച്ച കോൺഗ്രസ് ആണ് ഭരിച്ചത്? അല്ല, അവിടെ ഭരിച്ചത് BJP. എന്താ കാരണം? ഈ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട കോൺഗ്രസിന്റെ MLA-മാര് BJPയായി മാറി. മധ്യപ്രദേശിൽ എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് ആരാ ജയിച്ചത്? അവിടെ കോൺഗ്രസിനെ ജനങ്ങൾ ജയിപ്പിച്ചു BJPക്കെതിരെ. പക്ഷെ മധ്യപ്രദേശ് ഭരിച്ചതാരാണ്? BJP ജയിച്ചു, BJP ഭരിച്ചു. നിങ്ങൾ കേട്ടില്ലേ ഗോവയിൽ ജനങ്ങൾ ആരെയാ തെരഞ്ഞെടുത്തത്? കോൺഗ്രസിനെ. പക്ഷെ ഗോവ ഭരിച്ചത് ആരാണ്? BJP. എന്താ കാരണം? പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുന്നു ഇവിടെ. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമ്പോ എന്താ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ എന്ത് ചെയ്യുന്ന സഖാവങ്ങൾ പറഞ്ഞത്? ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ എന്റെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി, എന്റെ വാർഡിന്റെ പുരോഗതിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഗോവയിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഓർക്കുന്നോ? ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കോൺഗ്രസിന്റെ MLA-മാർ ഒരു പ്രതിജ്ഞ എടുക്കുക. മുസ്ലിം ഖുർആനിൽ കൈവച്ചുകൊണ്ട്, ഹിന്ദു രാമായണത്തിൽ കൈവച്ചുകൊണ്ട്, ക്രിസ്ത്യാനി ബൈബിളിൽ കൈവച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുക്കുക. ആ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന മനുഷ്യന്റെ പേരെന്താ അറിയോ? കാമത്ത്. പള്ളിയിൽ ബാങ്ക് കൊടുത്ത നിസ്കാരത്തിന് തൊട്ടുമുമ്പ് കൊടുക്കണ ഇക്കാമത്തല്ലോ, കാമത്ത്. ദിഗംബർ കാമത്ത്. ആൾ ആരായിരുന്നു എന്നറിയോ? അയാള് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, പിന്നീട് BJPയുടെ മുഖ്യമന്ത്രിയായ ദിഗംബർ കാമത്ത്. ആ ദിഗംബർ കാമത്താ ചൊല്ലിക്കൊടുക്കുന്നത്. എന്താ പ്രതിജ്ഞ? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഞങ്ങൾ BJP ആവൂല. അങ്ങനെ ഒരു പ്രതിജ്ഞ ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ഇവരിങ്ങനെ ചെയ്തപ്പോ വിവിധ മതവിശ്വാസികൾ വിവിധ മതഗ്രന്ഥങ്ങളിൽ കൈവച്ച് പ്രതിജ്ഞ ചൊല്ലിയപ്പോ മതേതര വിശ്വാസികളായ കുറച്ച് കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. അവരൊരാഗ്രഹം പ്രകടിപ്പിച്ചു. ഈ കാഴ്ചക്ക് സാക്ഷിയായി രാഹുൽ ഗാന്ധി അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ തലയിൽ കൈവച്ച് പ്രതിജ്ഞ ചെല്ലട്ടെന്ന് വെച്ച്. പടച്ചോൻ കാത്തല്ലേ, തല പൊട്ടിത്തെറിച്ചൂലേ? എന്താ കാരണം? തെരഞ്ഞെടുപ്പ് ജയിച്ച് പള്ളിയിൽ ഇക്കാമത്ത് കൊടുക്കണേ ദിഗംബർ കാമത്ത് നടോയ് എങ്ങട്ട്? നേരെ BJPയിലേക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഇന്ത്യ രാജ്യത്ത് BJPക്കെതിരെ പോരാടാൻ കോൺഗ്രസിന് സാധിക്കും, കോൺഗ്രസിന്റെ MP-മാരെ ജയിപ്പിക്കണം എന്ന് പറയാൻ ലീഗിന് എന്ത് ഗ്യാരണ്ടി? ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടി? നിങ്ങൾ പറ. ഇല്ലേ? ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ കിടക്കുന്നില്ല. നിർണായകമായ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോ ഈ നാട്ടിലെ ജനങ്ങളോട് വളരെ കൃത്യമായ ഉത്തരം നാട്ടിലെ മുസ്ലിം ലീഗ് പറയണം. ഞങ്ങൾ അന്തസ്സോടെ ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിക്കുന്നത് എങ്ങനെയാ? ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി 2016 അധികാരത്തിൽ വന്നു. 5 കൊല്ലം ഈ നാട് ഭരിച്ചു. എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്? സാധാരണ ഒരു ഗവൺമെന്റിന് ഉണ്ടാകുന്ന വെല്ലുവിളികളാണോ നമ്മുടെ മുമ്പിലേക്ക് വന്നത്?
ആദ്യമായി വന്നത് ഓഗി ദുരന്തം. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊല്ലത്തും തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലും അടക്കമുണ്ടായിട്ടുള്ള ഓഗി ദുരന്തം. കടപ്പുറത്ത് താമസിക്കുന്ന നിങ്ങൾക്കറിയാലോ, തിരമാലകൾ ഉയർന്നു വന്നു തെങ്ങോളം ഉയരത്തിൽ. കടൽ തീരത്തെ നക്കി തുടച്ചു പോയി തമിഴ്നാട്ടിലെ നാഗർകോവിൽ അടക്കം. പക്ഷെ തമിഴന്മാര് പറഞ്ഞു, എന്താ പറഞ്ഞത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോലെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നുവെങ്കിൽ. എന്താ കാരണം? സഖാവ് പിണറായി വിജയനെ കടപ്പുറത്ത് പോയി തിരമാലകളോട് അരുതെന്ന് പറയാൻ പറ്റുമോ? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അറബിക്കടലിലെ തിരമാലകളെ തടുത്തു നിർത്താൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? ഈ ദുരന്തമുണ്ടായതിനു ശേഷം ഉണ്ടാക്കിയ പരിഹാരം എന്തായിരുന്നു? കടപ്പുറത്ത് നിന്ന് തിരുവനന്തപുരം കടപ്പുറത്ത് 145 മത്സ്യത്തൊഴിലാളികളെ കടൽ കൊണ്ടുപോയി. അവരുടെ കുടിലുകള് കടലെടുത്തുപോയി. ഈ ഗവൺമെന്റ് എന്താ ചെയ്തത്? ആ കുടിലുകൾക്ക് പകരം അവർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത മനോഹരമായ ഫ്ലാറ്റുകൾ ഉണ്ടാക്കി. അത് പിന്നെ കേരളത്തിന്റെ ഒരുപാട് തീരങ്ങളിലേക്ക് വ്യാപിച്ചു. 145 പേര് കടലിൽ പോയപ്പോ 95 പേരുടെ മൃതശരീരം അറബിക്കടലിൽ തിരിച്ചു തന്നു. 50 പേരുടെ മൃതശരീരം തിരിച്ചു തന്നില്ല. കടലിൽ പോകുന്ന ഒരുപാട് മത്സ്യത്തൊഴിലാളികളുള്ള ഈ പ്രദേശത്ത് ഞാൻ വിശദീകരിക്കണം. കടലിൽ ബോട്ട് മറിഞ്ഞാൽ എങ്ങനെയാ വാർത്ത വരിക? മരിച്ചു എന്നാണോ? അല്ല, കാണാതായി വരിക. എന്താ അതിന് കാരണം? ഒരുപക്ഷെ ബോട്ട് മറിഞ്ഞ മത്സ്യത്തൊഴിലാളികള് ഈ ബോട്ടിന്റെ മറ്റ് അവശിഷ്ടങ്ങളിൽ പിടിച്ച് മറ്റ് തീരങ്ങളിലേക്ക് നീന്തി രക്ഷപ്പെടാം. നടുക്കടലിലൂടെ പോകുന്ന ബോട്ടുകാരി രക്ഷപ്പെടാം. അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1 കൊല്ലമെങ്കിലും കാത്തിരിക്കണം മരണമുറപ്പാകാൻ. എന്നാൽ ഓഗി തിരമാലകൾ വന്നപ്പോ ഈ ഗവൺമെന്റ് എന്താ പ്രഖ്യാപിച്ചത്? 1 മാസം കൊണ്ട് കടല് തിരിച്ചു തരാത്ത 50 പേര് പോലും മരിച്ചതായി പ്രഖ്യാപിച്ചു. 145 കുടുംബങ്ങൾക്ക് 25 ലക്ഷം വെച്ച് നഷ്ടപരിഹാരം കൊടുത്തു. ഉണിച്ചു നോക്ക്, ഉത്തരം കിട്ടും. ഇല്ലേ? മനോഹരമായ വീടുണ്ടാക്കി. ഇതുകൊണ്ട് മരിച്ച മനുഷ്യന് പകരാവോ? ആ മത്സ്യത്തൊഴിലാളി കടലിൽ പോകുന്ന ദിവസം അവന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ഒരുപക്ഷെ ഒരു ബീജം ഇങ്ങനെ സഞ്ചാരം തുടങ്ങിയിട്ടുണ്ടാവും. ഭാര്യ ഗർഭിണിയായിരിക്കും. വയറ്റിലുള്ള കുഞ്ഞുങ്ങളുണ്ട്, പ്രസവിച്ച കുഞ്ഞുങ്ങളുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എന്താ ഈ ഗവൺമെന്റ് അവരോട് പറഞ്ഞത്? നിങ്ങൾ സ്വപ്നം കാണുക, ബാക്കിയെല്ലാം ഗവൺമെന്റ് വഹിക്കും. 1000 ചാക്ക് പഞ്ചാര എന്ന് കൈമലെഴുതി നക്കിയാൽ മധുരം ഉണ്ടാവോ? മധുരം ഉണ്ടാവില്ല. നിങ്ങൾ പോയി നോക്ക്. ആ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളെ പഠിക്കുകയാണ് MBBS, MTech, MBA എല്ലാം സൗജന്യമായി ഈ ഗവൺമെന്റ് നടത്തുകയാണ്. ഓഗി തിരമാലകളുടെ ദുരന്തം കഴിഞ്ഞ് തൊട്ട് പിന്നാലെ വന്നു കോഴിക്കോട് നിപ്പ. വിശദീകരണത്തിലേക്ക് നിൽക്കുന്നില്ല. കോഴിക്കോട്ടുകാരാണെന്ന് പറഞ്ഞാൽ ആളുകൾ ഓടി അകലുന്ന കാലം. നിപ്പയെ കുറിച്ച് കേട്ടപ്പോൾ നമ്മൾ അറിഞ്ഞു, ഇന്തോനേഷ്യയിലും ബംഗ്ലാദേശിലും നേരത്തെ നിപ്പ വന്നിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്. 99% മരണനിരക്കുള്ള നിപ്പ. പക്ഷേ ഈ കേരളത്തിൽ വന്നപ്പോ 23 പേർക്ക് രോഗം വന്നപ്പോ 19 പേര് മരിച്ചു. ബാക്കിയുള്ളവർ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നു. ഇല്ലേ? ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. അതിനെ പിടിച്ചു കെട്ടാൻ നമുക്ക് സാധിച്ചു. പിന്നെയോ 2 പ്രളയമുണ്ടായി നമ്മുടെ നാട്ടില്. 2018-ലും 2019-ലും. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത കൊടിയത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ്. എന്റെ ഗ്രാമത്തിന് അരഞ്ഞാനമിട്ടൊഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ പേര് ഇരുവഴിഞ്ഞിപ്പുഴ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ പേര്? ചിലരെങ്കിലും കേട്ട് കാണും. എവിടെയാ കേട്ടത്? സിനിമയിൽ, ഇല്ലേ? മൊയ്തീൻ എന്ന സിനിമയിൽ. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. 1982 ജൂലൈ മാസം 12-ാം തീയതി രാവിലെ 8:15 എന്റെ വീടിന് തൊട്ട വിളിപ്പാട് അകലെയുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിലെ തെയ്യത്തും കടവിൽ രാവിലെ 8:15 തോണി മറഞ്ഞപ്പോ നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മൊയ്തീൻ പിന്നെയും ജീവനുകളെ രക്ഷപ്പെടുത്താൻ ഇരുവഴിഞ്ഞിടായങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നുപോയപ്പോ മുക്കത്തിന്റെ പ്രണയക്കടവിൽ കാഞ്ചന തനിച്ചായി പോയി. എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് മൊയ്തീൻ എന്നതുകൊണ്ട് അന്നു മുതൽ കാഞ്ചന എനിക്ക് ഏടത്തിയമ്മയാണ്. ആ ഇരുവഴിഞ്ഞിപ്പുഴ ചരിത്രത്തിൽ ആദ്യമായി 2018 മലയിടിഞ്ഞു കുന്നിടിഞ്ഞു ഉരുളുപൊട്ടി മഹാപ്രളയം ഉണ്ടായപ്പോ 70 വർഷം പഴക്കമുള്ള എന്റെ വീടിന്റെ മുറ്റത്തെത്തി. അകത്തേക്ക് നോക്കി തത്തിക്കളിച്ച ഇരുവഴിഞ്ഞിപ്പുഴയോട് ഞാൻ പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് കയറാനുള്ള ധൈര്യമൊന്നും നിനക്കില്ല. മഹാഭാഗ്യം, ഇരുവഴിഞ്ഞിപ്പുഴ തിരിച്ചിറങ്ങിപ്പോയി. പക്ഷേ 2019 വീണ്ടും മഹാമാരി പെയ്ത് മഹാപ്രളയമുണ്ടായപ്പോ എന്റെ വീടിനകത്ത് മുട്ടിന് വെള്ളം. നാസർ കൊളായി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? എന്നാൽ 2020-ലും 2021-ലും ഇരുവഴിഞ്ഞിപ്പുഴയും ചാലിയാറും പമ്പയാറും അടക്കമുള്ള കേരളത്തിലെ നദികളും ആറുകളുമൊന്നും കരകവിഞ്ഞില്ല.
പല വീടുകളുടെയും മുറ്റത്ത് വന്ന് അകത്തേക്ക് നോക്കി തത്തിക്കളിച്ച് ആറുകളും പുഴകളും തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോ വീട്ടുകാരെന്താ പുഴയോടും നദിയോടും ആറിനോടും പറഞ്ഞെന്നറിയോ? ഒന്ന് കേറിപ്പോണേൻ, വീട്ടിനകത്തേക്ക് ഒന്ന് കേറിപ്പോണേൻ. എന്താ കാരണം എന്നറിയോ? ഇവിടെ പുഴയുണ്ടോ സഖാവേ? പുഴയുണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ. എന്താ കാരണം? വെള്ളം ഒന്ന് കേറി ഇറങ്ങിയാൽ മതി. 10,000 വീട് നഷ്ടപ്പെട്ടോ? 4 ലക്ഷം. പറമ്പടക്കം പോയോ? 6 ലക്ഷം. ഇല്ലേ? അന്ന് ആ ചരിത്രത്തിൽ ആദ്യമായി കിറ്റ് കൊടുത്തത് ഓർക്കുന്നോ നിങ്ങൾ? 16 ഐറ്റാ. പ്രളയം വന്നോട്ട് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും 16 ഐറ്റം. അതിൽ ഐറ്റങ്ങൾ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 16ാമത്തെ ഐറ്റം മെഴുകുതിരി, 15ാമത്തെ ഐറ്റം തീപ്പെട്ടി. എന്തിനാ മെഴുകുതിരിയും തീപ്പെട്ടിയും? മധ്യ കേരളത്തിലെ 4000 ചില്ലാനം ട്രാൻസ്ഫോമറുകൾ തകർന്നു പോയി. നമ്മുടെ ഈ നാട്ടിൽ തന്നെ വെള്ളം കയറി ഇറങ്ങിയ വീട്ടിൽ സ്വിച്ച് ഇട്ടാൽ ഡിം അടിച്ചു പോകും. അതുകൊണ്ട് വീട്ടിൽ കയറുമ്പോ തീപ്പെട്ടി കരുതുക, മെഴുകുതിരി കത്തിക്കുക. എന്തൊരു സൂക്ഷ്മത! വെള്ളക്കറങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോ എന്റെ കൊടിയത്തൂർ അങ്ങാടിയിൽ മുസ്ലിം ലീഗിന്റെ വമ്പിച്ച പൊതുയോഗം. മുസ്ലിം ലീഗിന്റെ നേതാവ് പ്രസംഗിച്ചാൽ എന്താ അറിയോ? എനിക്ക് കിട്ടിയ കിറ്റിൽ തീപ്പെട്ടിയില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അരിയുണ്ട്, കൊത്തമ്പാലുണ്ട്, മഞ്ഞളുണ്ട്, മേത്തേക്കണ സോപ്പുണ്ട്, അലക്കണ സോപ്പുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു തീപ്പെട്ടിക്കൊള്ളി വാങ്ങി കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട ലീഗ് പ്രളയന്റെ അടുത്ത്. നിങ്ങൾ നോക്ക്, ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പ്രളയത്തിന് പരിഹാരം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ മഹാമാരി വന്നു. ഗൾഫ് പോയരില്ലേ, ദുബായ് പോയരിലൂടെ മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ പ്രതീകമായി ഒരു കെട്ടിടമുണ്ട് ദുബായിൽ, ബുർജ് ഖലീഫ. ആകാശത്തിലെ മേഘങ്ങളോട് മാത്രമല്ല, ദുബായ് എയർപോർട്ടിൽ നിന്ന് പറന്നുയരുന്ന 4-5 വിമാനങ്ങളോട് കിന്നരിക്കുന്ന ബുർജ് ഖലീഫ ആകാശത്തൊറ്റപ്പെട്ടു പോയി. വിമാനങ്ങളില്ലാത്ത ആകാശം, കപ്പലുകളില്ലാത്ത കടൽ, തീവണ്ടികളോടാത്ത റെയിൽപാടങ്ങൾ, വാഹനങ്ങളോടാത്ത എല്ലാം നിശ്ചലമായ ഒരു നാട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ നാടിന്റെ തെരുവീതിയിലൂടെ ഒരു വാഹനം ഓടിയോ? ഒരു മനുഷ്യൻ കട തുറന്നോ? ആർക്കെങ്കിലും പണിക്ക് പോകാൻ സാധിച്ചോ? എന്നാ ഈ നാട് പട്ടിണി കിടന്നോ? പട്ടിണി കിടന്നില്ല. ആ മഹാദുരന്തത്തെയും നമ്മൾ അതിജീവിച്ചില്ലേ? അങ്ങനെ എന്തെല്ലാം ദുരന്തങ്ങൾ ഈ നാട് കണ്ടു. അതിനെയൊക്കെ അതിജീവിച്ച ഒരു ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നതിൽ അവസാനിപ്പിക്കുകയാണ്. എന്റെ ആരോഗ്യം എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിനെയൊക്കെ അതിജീവിച്ച് നിർണായകമായ ഈ കാലഘട്ടത്തെ ഒക്കെ അതിജീവിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഈ കേരളം ഭരിക്കുന്നത്. ഇന്ത്യയിൽ ഇന്ന് അധികാരത്തിൽ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വർഗീയ സംഘടനയാണ്, RSS ആണ്. ആ RSSനെ തോൽപ്പിക്കാൻ ഇന്ത്യയിൽ RSSനോട് നിരന്തരമായി പൊരുതി രക്തസാക്ഷികൾ ഏറെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കൂ എന്ന വളരെ വ്യക്തമായ ബോധ്യം നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാവണം എന്ന് വിനയപരിസരം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ സഖാബ് ഹംസക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റികരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് വിനയപരിസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.